Hello students, welcome to GATE 2026 ECE paper analysis from M Sigma Gokulam. So questions collect ചെയ്തതിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഈസി ടു മോഡറേറ്റ് പേപ്പർ ആണ്. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? യെസ്. So the first question is from analog electronics. Here I am solving. Okay, the first question is, for the given circuit, if the common emitter current gain beta of the transistor is 99, determine the value of output current ഈ IO. ഈ ഒരു കറണ്ട് ആണ് കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ ബേസിക്കലി ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം OPAMP പ്ലസ് BJT ആണ് അല്ലേ? ഒരു OPAMP പ്ലസ് BJT കണക്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഇനിഷ്യലി നമ്മൾ ഓർക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ BJT നമ്മൾ ഇനിഷ്യലി ഓഫ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇനിഷ്യലി ഓഫ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് ദർ വിൽ ബി നോ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദിസ് പാത്ത് അല്ലേ? യെസ്, നോ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദിസ് പാത്ത്. അപ്പോൾ ഏകദേശം നമ്മുടെ OPAMP എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ 3 വോൾട്ടും ആൻഡ് നമ്മുടെ ഇൻവേർട്ടിംഗ് ടെർമിനൽ 0 വോൾട്ടും ആണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഓബ്വിയസ്ലി കാണാൻ സാധിക്കും നമ്മുടെ OPAMP എന്ന് പറയുമ്പോൾ ഇനിഷ്യലി എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ OPAMP പ്ലസ് BJT ഇങ്ങനത്തെ കോൺഫിഗറേഷൻസ് അല്ലെങ്കിൽ OPAMP പ്ലസ് ഡയോഡ് വരുമ്പോഴത്തേക്ക് ആദ്യമേ നമ്മൾ ഇനിഷ്യലി മനസ്സിലാക്കേണ്ടത് OPAMPനെ നമ്മൾ ഓപ്പൺ സർക്യൂട്ട് അനാലിസിസ് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമേ നോക്കുമ്പോഴത്തേക്കും V പ്ലസ് വോൾട്ടേജ് ഇസ് ഗ്രേറ്റർ ദാൻ V മൈനസ്, ദാറ്റ് ഇംപ്ലൈസ് ഇവിടെയുള്ള V ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്ലസ് V സാറ്റ് ആയിരിക്കും. യെസ്. അപ്പം ഇവിടെ നമുക്ക് പ്ലസ് പോസിറ്റീവ് സാച്ചുറേഷൻ വോൾട്ടേജ് ആണ്, ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ദ BJT ഈസ് ഓൺ ആണ്. മനസ്സിലായല്ലോ? അങ്ങനെ നമ്മൾ BJT ഓൺ ആണെന്ന് പറയും. ഇറ്റ്സ് ഇൻ ആക്റ്റീവ് റീജിയൻ. ഓക്കെ അല്ലേ? യെസ്. ആക്റ്റീവ് റീജിയൻ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ സമയത്ത് യു ക്യാൻ സീ ദാറ്റ് BJT ഓൺ ആയി കഴിയുമ്പോഴത്തേക്കും OPAMP എന്ന് പറയുമ്പം എന്താണ്? ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കോൺഫിഗറേഷനിലോട്ട് പോകും. യെസ്, OPAMP ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കോൺഫിഗറേഷനിലോട്ട് പോവുകയും ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ദ വെർച്വൽ ഷോർട്ട് ക്യാൻ ബി അപ്ലൈഡ്. അപ്പോൾ ഇവിടെ ഒരു 3 വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു നോൺ ഇൻവേർട്ടിംഗും 3 വോൾട്ട് തന്നെ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇവിടെ 3 വോൾട്ട് ആയിട്ട് വരും. ദെയർഫോർ ദ എമിറ്റർ കറണ്ട് IE എന്ന് പറഞ്ഞാൽ 3 ഡിവൈഡഡ് ബൈ 1 കിലോ എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം നമുക്കൊരു 3 മില്ലി ആംപിയർ എമിറ്റർ കറണ്ട് ആണ്. അപ്പം ഓൾറെഡി പറഞ്ഞു BJT ഓൺ ആയെന്നും അത് ആക്റ്റീവ് റീജിയനിലാണ്. നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് IO ആണ്. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യനിലോട്ട് ശ്രദ്ധിക്കുവാണെങ്കിൽ IO എന്ന് പറഞ്ഞ ബേസ് കറണ്ട് ആണ്. സോ ഒബ്വിയസ്ലി നമുക്ക് ഈ റിലേഷൻ ഉണ്ട്, IB ഈക്വൽ ടു IE ഡിവൈഡഡ് ബൈ ബീറ്റ പ്ലസ് 1. ക്വസ്റ്റ്യനിൽ ബീറ്റ 99 തന്നിട്ടുണ്ട് ആൻഡ് IE എന്ന് പറഞ്ഞാൽ 3 മില്ലി ആംപിയർ ആണ്. അപ്പോൾ 3 ഡിവൈഡ് ബൈ 99 പ്ലസ് 1 ഇസ് 100 വിച്ച് ഇസ് 0.03 മില്ലി ആംപിയർ. അപ്പോൾ ബേസിക്കലി ബേസ് കറണ്ട് ആയതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഊഹിക്കുക ആൻസർ തരാൻ തരുന്നത് അല്ലെങ്കിൽ ആൻസർ അവൾ ഡിറ്റർമൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻ ടേംസ് ഓഫ് മൈക്രോ ആയിരിക്കും. അപ്പോൾ 0.03 മില്ലി ആംപിയർ എന്ന് പറയുമ്പോഴത്തേക്കും ബേസ് കറണ്ട് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു I0 എന്ന് പറയുമ്പോൾ 30 മൈക്രോ ആംപിയർ ആണ്. ഓക്കെ അല്ലേ? ദാറ്റ് ഇസ് 30 മൈക്രോ ആംപിയർ. ദാറ്റ് ഇസ് വെരി വെരി ഈസി ക്വസ്റ്റൻ അല്ലേ? യെസ്. അപ്പോൾ ഇതിന്റെ ഒരു ഫ്ലോ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ അനലോഗിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും. ദെൻ കംസ് അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും നോക്കിക്കേ, if the output voltage V output, you can see you have to clearly observe each figure. ഓക്കെ അല്ലേ? ഒരു തരത്തിലെ പാരാമീറ്റേഴ്സ് മാറിപ്പോകരുതും, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊരു മെമ്മറി ബേസ്ഡ് അനാലിസിസ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ വാല്യൂസ് വല്ലോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലും ദ കീ കോൺസെപ്റ്റ് ഇസ് വാട്ട് വി വിൽ ബി എക്സ്പ്ലെയിനിങ് ഹിയർ. ഓക്കെ അല്ലേ? സോ ലുക്ക് അപ്പോൺ ടു ദ ക്വസ്റ്റ്യൻ, if the output voltage V output is X, so you have to first round write down V output equal to X when switch is open. ഓക്കെ അല്ലേ? what is the value of V output in terms of X when the switch is closed? അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ആദ്യമേ നമുക്ക് കൺസിഡർ ചെയ്യാം സ്വിച്ച് ഓപ്പൺ ആയിട്ടുള്ള കേസ്. ഓക്കെ, നോക്കിക്കേ. അപ്പോൾ സ്വിച്ച് ഓപ്പൺ ആണ്, നിങ്ങൾക്ക് ഫിഗറിൽ തന്നെ കാണാം. അപ്പം നമ്മുടെ ഈ ഒരു കോൺഫിഗറേഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ദിസ് ഇസ് എ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ് അല്ലേ? അതെ, നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഒബ്വിയസ്ലി അവിടുത്തെ ഔട്ട്പുട്ട് വോൾട്ടേജ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം, വിച്ച് ഈസ് V ഔട്ട്പുട്ട് ഈക്വൽസ് ടു 1 പ്ലസ് RF ഡിവൈഡഡ് ബൈ R1 ഇൻറ്റു V ഇൻപുട്ട് ആണ്. സോ 1 പ്ലസ് RF എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്കിലുള്ള റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നോക്കിക്കേ, സ്വിച്ച് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഫീഡ്ബാക്കിൽ നമുക്ക് 3 കിലോ കിട്ടും. 2Kയും 1Kയും ഇൻ സീരീസ് ആണ്. അപ്പോൾ 2 പ്ലസ് 1 3K കിട്ടും. യെസ്, 3 കിലോ. ആൻഡ് നമ്മുടെ ഇൻപുട്ടിലുള്ളത് ഏതാണ്? 1 കിലോ ആണ്. അപ്പോൾ 1K ഇൻറ്റു ഇൻപുട്ട് വോൾട്ടേജ് എത്രയാണ്? 1 വോൾട്ട് ആണ്. സോ 1 പ്ലസ് 3 വിച്ച് ഈസ് ഈക്വൽസ് ടു 4 വോൾട്ട്. അപ്പോൾ നമുക്ക് ഇത് VO1 എന്ന് കൊടുക്കാം. അപ്പോൾ VO1 എന്ന് പറയുന്നത് നമുക്ക് 4 വോൾട്ട് കിട്ടും. ആ 4 ആണ് നമ്മുടെ X ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. മനസ്സിലായല്ലോ? ഇഫ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് V ഔട്ട്പുട്ട് ഈസ് X വെൻ ദ സ്വിച്ച് ഈസ് ഓപ്പൺ, അപ്പം സ്വിച്ച് ഓപ്പൺ ആയപ്പം ഫ്രം ദ സർക്യൂട്ട് ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ദാറ്റ് ദ VO1 എന്ന് പറഞ്ഞ 4 വോൾട്ട് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു X ആണ്. സോ നൗ അവർ നെക്സ്റ്റ് കൺസിഡറേഷൻ ഈസ് വെൻ ദ സ്വിച്ച് ഈസ് ക്ലോസ്ഡ് ആണ്. ഓക്കെ അല്ലേ സ്റ്റുഡൻസ്? യെസ്. അപ്പം സ്വിച്ച് ക്ലോസ്ഡ് ആയിട്ട് വരുമ്പോഴത്തേക്ക് യു ക്യാൻ സീ ഹിയർ, ഇതാണ് നമ്മുടെ സ്വിച്ച്.
ഇവിടാണ് നമ്മുടെ 1 kilo ohm resistor പ്ലേസ് ചെയ്തിരിക്കുന്നത്. Obviously the current will be flowing through the less resistance path. അപ്പോൾ ഈ 1 kilo ohm presence ഇല്ല. Therefore it acts like a ഷോർട്ട് സർക്യൂട്ട് പോലെയാണ്. അപ്പോൾ 1 kilo ohm ഇല്ല. അപ്പോൾ ആ സമയത്ത് തന്നെ ഈ ഇക്വേഷൻ സെയിം തന്നെയാണ്. കാരണം അത് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ തന്നെയാണ്. അതെന്ന് പറയുമ്പോൾ 1 plus RF, let's say RF dash by R1 into V input ആണ്. സോ RF dash എന്ന് പറയുമ്പോൾ ആരാ? 1 kilo ohm ഇല്ല, ഓൺലി 2K. അപ്പോൾ ഫീഡ്ബാക്കിലെ റെസിസ്റ്റൻസ് 2K ഡിവൈഡഡ് ബൈ 1K ഇൻറ്റു 1 ആണ്. അപ്പോൾ 1 plus 2 എന്ന് പറയുന്നത് 3 വോൾട്ട് ആണ്. യെസ്, അപ്പോൾ VO2 എന്ന് പറയുന്നത് 3 ആണ്. സോ ഫ്രം ദ previous observations, VO1 എന്ന് പറഞ്ഞാൽ 4 which is equal to X ആണ്, and VO2 equal to 3 ആണ്. So we can find out that VO2 divided by VO1 എന്ന് പറഞ്ഞാൽ എന്താണ്? 3/4 ആണ്, right? VO2 divided by VO1. That implies VO2 എന്ന് പറഞ്ഞാൽ 3/4 of VO1. VO1 already X ആണ്, കാരണം we are asked to determine the value of output voltage when the switch is closed in terms of X ആണ് ചോദിച്ചിട്ടുള്ളത്. Okay അല്ലേ? Right. That means VO2 equal to 3/4 into X, 3/4X. So the answer is B. ക്ലിയർലി കാണാൻ പറ്റും അല്ലേ? പ്രത്യേകിച്ച് ഇതിനകത്ത് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ബേസിക് ആയിട്ടുള്ള ഓപ്പാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. So now move on to another op-amp question from analog electronics. In the circuit shown below, the operation amplifier is ideal. Find the value of current IX. നോക്കിക്കേ, ഈ ഒരു കറണ്ട് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇറ്റ്സ് എ വെരി 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 സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും നോക്കിക്കോ, ദിസ് ഇസ് സിംപ്ലി എ നെഗറ്റീവ് ഫീഡ്ബാക്ക് കോൺഫിഗറേഷൻ ആണ്. അതും ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. യെസ്, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. ആദ്യം തന്നെ ഇതാണ് നമുക്ക് ഒബ്സർവേഷൻ വരുന്നത് അല്ലേ? അപ്പോൾ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ അത് ഡയറക്ട്ലി നിങ്ങൾക്ക് അറിയാം. നമ്മൾ അത് മാത്രമല്ല, നമ്മുടെ ഓപ്പാം ഐഡിയൽ ആയിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഓപ്പാം ഐഡിയൽ ആണെന്നുണ്ടെങ്കിൽ വി കൻ അപ്ലൈ ഓൾ ദോസ് അസംഷൻസ്. എന്താണ് ഇൻപുട്ട് ഇംപെഡൻസ് എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റി ആണെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കിക്കേ, ഓബ്വിയസ്ലി ദിസ് V മൈനസ് ഈക്വൽസ് ടു V പ്ലസ്. അപ്പോൾ നമുക്ക് എന്താണ് വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. V മൈനസ് ഈക്വൽസ് ടു V പ്ലസ് ഈക്വൽസ് ടു 0 വോൾട്ട് അല്ലേ? All these things are taken into consideration. So let's determine the value of output voltage. Okay അല്ലേ? ഇവിടെ V output VO ഇവിടെ ആണെന്നുണ്ടെങ്കിൽ മൈനസ് ഓഫ് RF ഡിവൈഡഡ് ബൈ R1 ഇൻറ്റു V ഇൻപുട്ട് ആണ്. RF എത്രയാണ്? ഫീഡ്ബാക്കിൽ 1K ആൻഡ് R1 എന്ന് പറഞ്ഞാൽ 1K. അപ്പം മൈനസ് ഓഫ് 1K ഡിവൈഡ് ബൈ 1K ഇൻറ്റു 2 വിച്ച് ഈസ് ഈക്വൽസ് ടു മൈനസ് 2 വോൾട്ട്, റൈറ്റ്? അപ്പോൾ ഇവിടുത്തെ ഔട്ട്പുട്ട് വോൾട്ടേജ് -2 വോൾട്ട് ആണ്. അപ്പോൾ എല്ലാം നോക്കിക്കോ, ഓപ്പാം ഐഡിയൽ ആയതുകൊണ്ട് തന്നെ നമ്മളോട് ഈ കറണ്ട് IX ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ യു ഹാവ് ടു മൂവ് ഓൺ ടു ലൈക്ക് ഓപ്പാം ഐഡിയൽ ആയതുകൊണ്ട് തന്നെ ദർ വിൽ ബി നോ കറണ്ട് എൻറ്ററിങ് ഇൻ ടു ദ ഓപ്പാം ടെർമിനൽസ്, റൈറ്റ്? അപ്പോൾ സോ ലെറ്റ്സ്, അപ്പോൾ ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന ഈ ഒരു 2 വോൾട്ട് കൊടുക്കുന്ന ഈ ഒരു 2 വോൾട്ട് എന്ന വോൾട്ടേജ് സോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കറണ്ട് വിൽ നോട്ട് ബി ഫ്ലോയിങ് ഇൻ ടു ദ ഓപ്പാം ടെർമിനൽസ് റാദർ ദാൻ ഇറ്റ് ഈസ് ഫ്ലോയിങ് ത്രൂ ദ ഫീഡ്ബാക്ക് പാത്ത്, റൈറ്റ്? അപ്പോൾ എന്താ സംഭവിക്കാന്ന് വിചാരിച്ചാൽ, ലെറ്റ് us denote this current as I1. അപ്പം ഈ I1 എന്ന് പറഞ്ഞാൽ 2 - 0 ഡിവൈഡ് ബൈ 1K ആണ് അല്ലേ? ബിക്കോസ് 2 - 0 ഡിവൈഡ് ബൈ 1K ഇസ് ഇറ്റ്സെൽഫ് I1. അപ്പോൾ I1 എന്ന് പറഞ്ഞാൽ 2 മില്ലി ആംപിയർ ആണ്. ഓക്കെ അല്ലേ? റൈറ്റ്. ആൻഡ് അപ്പോൾ ഇങ്ങോട്ട് ഫ്ലോ ചെയ്ത കറണ്ട് I1 ആണ്, മനസ്സിലായി. ആൻഡ് ഇവിടുത്തെ വോൾട്ടേജ് എന്താണ്? വി ഔട്ട്പുട്ട് -2 വോൾട്ട് ആണ്. സോ കറണ്ട് ഫ്ലോ ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. ലെറ്റ്സ് പ്രൊവൈഡ് ദിസ് കറണ്ട് ആസ് I2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ I2 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 മൈനസ് ഓഫ് -2 ഡിവൈഡഡ് ബൈ 2K. That is 2/2K is 1 milliampere, right? Yes. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ you can observe here. Look at this junction. By applying KCL at this junction, ഈ ഒരു ജംഗ്ഷനെ X ആയിട്ട് നിങ്ങൾ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ KCL at X എന്ന് പറഞ്ഞാൽ എന്താണ്? I1 is flowing into X and I2 is flowing into X and IX is moving from X, right? Yes. That means I1 plus I2 equal to IX ആണ്. I1 എത്രയാണ്? 2 and I1 എത്രയാണ്? So I1 2 and I2 is 1 milliampere. That is 2 plus 1 is 3 milliampere. That implies IX എന്ന് പറഞ്ഞാൽ 3 milliampere ആണ്. യെസ്, അതിനകത്ത് ഓപ്ഷൻസ് ചിലപ്പോൾ കാണുന്ന ഒരു മെമ്മറി ബേസ്ഡ് അനാലിസിസ് ആയതുകൊണ്ട് നമുക്ക് അത്രയും കൃത്യമായിട്ട് നമുക്ക് ഓർമ്മയില്ല, കാണുന്നത് ഓപ്ഷൻ വൈസ് ആണോ തന്നിട്ടുള്ളത്. എനിവേ ദ ആൻസർ ഇസ് 3 milliampere. ഓക്കെ അല്ലേ? ഇയർ. അപ്പം നമ്മളിപ്പോൾ കണ്ട 3 അനലോഗ് ഇലക്ട്രോണിക്സ് ക്വസ്റ്റ്യൻസും വളരെ തന്നെ ഈസിയാണ്. ഐ ഗെസ് ഫ്രം all the 3 questions are from op-amp, right? Yes. Now there is another question number 4 from analog electronics. Okay അല്ലേ? അപ്പോൾ നോക്കിക്കേ, ഇത് നമ്മുടെ ഒരു ഡയോഡ് സർക്യൂട്ട് ആണ്. എല്ലാം തന്നെ നിങ്ങൾക്ക് കാണാം, D1 D2 ഒക്കെ തന്നിട്ടുണ്ട്. You are asked to determine for the circuit shown above, find the maximum value of V output ആണ്. ഓക്കെ അല്ലേ? സോ ഇവിടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കിക്കേ, ഇങ്ങനത്തെ ഡയോഡ്സ് വരുമ്പോഴത്തേക്കും whether the diode is open circuit or it acts like a short circuit, we are considering that the diode is ideal. ഒന്നും തന്നെ മെൻഷൻഡ് അല്ല ക്വസ്റ്റ്യനകത്ത്. അപ്പോൾ ഡയോഡ് ഐഡിയൽ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ആ സമയത്ത് ഡയോഡ് D1 ഓൺ ആണോ ഓഫ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഓപ്പൺ സർക്യൂട്ട് അനാലിസിസ് ചെയ്യാറുണ്ട്, റൈറ്റ്? അപ്പോൾ ഓപ്പൺ സർക്യൂട്ട് അനാലിസിസ് ചെയ്യുമ്പം യു ക്യാൻ സീ ദാറ്റ് ഈ ഡയോഡിന്റെ D1 ഓക്കെ അല്ലേ? യെസ്. അപ്പം ആ സമയത്ത് ഡയോഡ് ഓപ്പൺ ആയിട്ട് നമ്മൾ വിചാരിക്കുക. ഓക്കെ, റൈറ്റ്.
അപ്പോൾ ഇവിടെ നമ്മുടെ ആനോഡ് ഉണ്ട്, ഇവിടെ നമ്മുടെ കാഥോഡ് ഉണ്ട്. അപ്പോൾ ഡയോഡ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദിസ് പാത്ത് എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും അല്ലേ. അപ്പോൾ ആ സമയത്ത് ഈ ഒരു നോഡിൽ അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു പോയിന്റിൽ നമുക്ക് ഒബ്സർവ് ചെയ്യുന്ന വോൾട്ടേജ് എത്ര ആയിരിക്കും? 6 വോൾട്ട് ആയിരിക്കും, റൈറ്റ്, യെസ്. എന്നിട്ട് നമ്മുടെ ആനോഡ് പോയിന്റിൽ ഒബ്സർവ് ചെയ്ത വോൾട്ടേജ് എത്ര ആയിരിക്കും? 2 വോൾട്ട് ആണ്. അപ്പോൾ ഈ നമ്മുടെ ആനോഡ് ഇതാണ് നമ്മുടെ കാഥോഡുമാണ്. അപ്പോൾ ഒരു ഡയോഡ് ഓൺ ആണ് അല്ലെങ്കിൽ ഫോർവേഡ് ബയാസ്ഡ് ആണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വി ആനോഡ് must be greater than V cathode. അപ്പോൾ obviously 6 is greater than 2, that implies the diode D1 is on. ഓക്കെ അല്ലേ? യെസ്. ഇതുപോലെ തന്നെ ഓപ്പൺ സർക്യൂട്ട് അനാലിസിസ് നമ്മൾ D2ലോട്ടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ D2ന്റെ ആനോഡിലാണ് നമുക്ക് 6 വോൾട്ടും കാഥോഡിൽ D2ന്റെ എല്ലാവരും നോക്കിക്കോളൂ, D2ന്റെ കാഥോഡിലാണ് നമുക്ക് 6 വോൾട്ടും കിട്ടുന്നത്. ആൻഡ് ആനോഡിൽ എന്ന് പറയുമ്പോഴത്തേക്കും -4 വോൾട്ട് ആണ്. ദാറ്റ് ഇംപ്ലൈസ് D2 ഓഫ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു സെറ്റപ്പിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഡയോഡ്സിനെ ഓപ്പൺ സർക്യൂട്ട് അനാലിസിസ് ചെയ്യുമ്പോഴത്തേക്കും D1 നമുക്ക് ഓൺ ആയിട്ടും D2 നമുക്ക് ഓഫ് ആയിട്ടുമാണ് കിട്ടുന്നത്. അത് മാത്രമല്ല, ഇതിപ്പോൾ ഇത്രയും നിങ്ങൾ പഠിച്ചതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഇത് അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മാക്സിമം വാല്യൂ ഓഫ് വി ഔട്ട്പുട്ട് ആണ്. അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് വി ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് മാക്സിമം ഇൻപുട്ട് ആയിരിക്കും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ സമയത്ത് നോക്കിക്കേ ഡയോഡിന്റെ ആ ഒരു പ്ലേസ്മെന്റ് കണ്ടോ നിങ്ങൾ? ആ സമയത്ത് ഇങ്ങനെയാണ് ഡയോഡ് പ്ലേസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ഡയോഡ് ഓപ്പൺ സർക്യൂട്ടും ഷോർട്ട് സർക്യൂട്ടും ഡയോഡ് ഓണും ഈ പറയുന്ന ഡയോഡ് ഓഫ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് ഈ ഡയോഡ് ഓഫ് ആകുമ്പോഴത്തേക്കും ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ആം കാണത്തില്ല. അപ്പം നോക്കിക്കേ നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് 6 വോൾട്ട് ആണ്. പീക്ക് വാല്യൂ ആണ് കൊടുത്തേക്കുന്നത്. ഇത് 10 കിലോമും അത് കഴിയുമ്പോഴത്തേക്ക് ഇത് 10K-യും ദെൻ കംസ് അബൌട്ട് 2 വോൾട്ട്. ഇതാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്, റൈറ്റ്? യെസ്. അപ്പോൾ സിംപ്ലി വി ക്യാൻ അപ്ലൈ എ KVL ഹിയർ, റൈറ്റ്? വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് സിംപ്ലി ഒരു KVL അപ്ലൈ ചെയ്താൽ മതി. കറണ്ടിന്റെ ഫ്ലോ നോക്കിക്കോളൂ. ദാറ്റ് ഈസ് മൈനസ് ഓഫ്, ലെറ്റ്സ് നോട്ട് ദ കറണ്ട് ആസ് I. അപ്പോൾ മൈനസ് ഓഫ് 10K ഇൻറ്റു I, അഗെയിൻ മൈനസ് ഓഫ് 10K ഇൻറ്റു I, -2. എല്ലാവരും ശ്രദ്ധിച്ചോളൂ, മാക്സിമം വാല്യൂ ഓഫ് ഇൻപുട്ട് ആണ്. അപ്പോൾ ഇത് പ്ലസും ഇത് മൈനസും ആണ്. ദാറ്റ് മീൻസ് +6 ഇക്വേറ്റഡ് ടു 0 ആണ്. ദാറ്റ് ഇംപ്ലൈസ് യു ക്യാൻ സീ ദാറ്റ് I എന്ന് പറഞ്ഞാൽ 4/20K ആണ്. 1/5 എന്ന് പറയുമ്പോഴത്തേക്കും 0.2 മില്ലി ആംപിയർ ആണ് കറണ്ട് കിട്ടുന്നത്. മനസ്സിലായാലും ഇത് ഈ പാത്തിലൂടെയുള്ള കറണ്ട്. Therefore, let me say that, let's remove this one. ഓക്കെ, നമുക്കിതൊന്ന് മാറ്റിയിട്ട് ഇവിടെ തന്നെ വി ഔട്ട്പുട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ വി ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 10K ഇൻറ്റു I +2 ആണ്. 10K ഇൻറ്റു 0.2 മില്ലി ആംപിയർ +2. ദിസ് മില്ലി ആൻഡ് K ഗോട്ട് ക്യാൻസൽ. 10 ഇൻറ്റു 0.2 is 2. 2 + 2 വി ഔട്ട്പുട്ട് ഈക്വൽ ടു 4 വോൾട്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഐ ഗെസ് വൺ മോർ ക്വസ്റ്റ്യൻ ഫ്രം അനലോഗ് ഇലക്ട്രോണിക്സ്. ഓക്കെ അല്ലേ? അപ്പോൾ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ദിസ് ഇസ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നോക്കിക്കേ, ഇതിന്റെ കണക്ഷൻ തന്നെ നോക്കിക്കേ. ഇവിടെ നമുക്ക് VD എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? ബിക്കോസ് ദിസ് ഇസ് ഡ്രെയിൻ, ദിസ് ഇസ് ഗേറ്റ് ആൻഡ് ദിസ് ഇസ് സോഴ്സ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ മോസ്ഫെറ്റ് സർക്യൂട്ട് ഷോൺ അബോവ് ഹാസ് VDD 5 വോൾട്ട്, എ ത്രെഷോൾഡ് വോൾട്ടേജ് VT 1 വോൾട്ട് വന്നിട്ടുണ്ട്. ആൻഡ് പ്രോസസ് പാരാമീറ്റേഴ്സ് വന്നിട്ടുണ്ട്. ദ ഗേറ്റ് ഈസ് കണക്റ്റഡ് ടു ദ ഡ്രെയിൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഗേറ്റ് വോൾട്ടേജ് ഫ്രം. ഗേറ്റ് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ഡ്രെയിൻ ആണ്. ദാറ്റ് മീൻസ് ദ മോസ്ഫെറ്റ് എൻ ചാനൽ എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ് എന്ന് പറയുന്നത് സാച്ചുറേഷൻ റീജിയനിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ സാച്ചുറേഷൻ റീജിയനിലാണ്. അതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് നമ്മളോട് ഗേറ്റ് വോൾട്ടേജ് കണ്ടുപിടിക്കാനാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്. വി ക്യാൻ ഈസിലി ഡിറ്റർമൈൻ ദ ID, ഡ്രെയിൻ കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? കാരണം ഡ്രെയിൻ കറണ്ട് ഇൻ സാച്ചുറേഷൻ എന്ന് പറയുന്ന ID സാറ്റ് എന്ന് പറയുന്നത് 1/2 μN CoX W/L ഇൻറ്റു VGS മൈനസ് VT ദ ഹോൾ സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ നോക്കിക്കേ, ഡ്രെയിൻ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദിസ് റെസിസ്റ്റർ എന്ന് പറയാം അല്ലേ വേണമെങ്കിൽ? യെസ്, ഇതിലേക്കൂടെ ഫ്ലോ ചെയ്ത് വരുന്ന കറണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ID എന്ന് പറഞ്ഞാൽ എന്താണ്? VDD മൈനസ് VD ഡിവൈഡഡ് ബൈ 1K, റൈറ്റ്? VDD മൈനസ് VD ഡിവൈഡഡ് ബൈ 1K ആണ്. ദാറ്റ് ഈസ് സിംപ്ലി 5 മൈനസ് VD ഡിവൈഡഡ് ബൈ 1K. അപ്പം നോക്കിക്കേ, നമ്മുടെ VS എന്ന് പറയുന്നത് കണക്റ്റഡ് ടു ഗ്രൗണ്ട് ആണ്. യെസ്, ആൻഡ് VG ആൻഡ് VD സെയിം ആണ്. അപ്പം VG ഈക്വൽ ടു VD ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സിംപ്ലി replace this VD with VG അല്ലേ? റൈറ്റ്. സോ 5 മൈനസ് VG ഡിവൈഡ് ബൈ 1K ഈക്വൽ ടു 1/2 ഇൻറ്റു μN CoX W/L 2 മില്ലി ആംപിയർ പെർ വോൾ സ്ക്വയർ, റൈറ്റ്? യെസ്. അപ്പോൾ 1/2 ഇൻറ്റു 2 മില്ലി ആംപിയർ പെർ വോൾ സ്ക്വയർ ആണ്. ഇത് എന്തിനാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്? ബിക്കോസ് ഇവിടെ ഒരു 1K ഉണ്ട്. അപ്പോൾ യൂണിറ്റ്സ് കറക്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം. അത് കഴിയുമ്പോഴത്തേക്ക് VGS ആണ്. അപ്പോൾ VGSനകത്ത് S0 ആണ്. ദാറ്റ് ഈസ് സിംപ്ലി VG ആൻഡ് VT എന്ന് പറഞ്ഞാൽ 1 വോൾട്ട് ആണ് കേട്ടല്ലോ.
അപ്പം വി ജി -1 ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ ആണോ? യെസ്. അപ്പോൾ ഈ 2ഉം 2ഉം ക്യാൻസൽ ആയി പോവും. ദിസ് മില്ലി ആംപിയറും ആ മില്ലിയും നമുക്ക് ക്യാൻസൽ ആയി പോകും. ദെർഫോർ ദർ വിൽ ബി നത്തിങ് എൽസ് ലിവിങ്. അപ്പോൾ 5 - വി ജി ഈക്വൽസ് ടു വി ജി -1 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എന്താണ് വരുന്നത്? 5 - വി ജി ഈക്വൽസ് ടു വി ജി സ്ക്വയർ -2vg + 1. സിമ്പിൾ ആയിട്ടല്ലേ? യെസ്. എന്നിട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. വി ജി സ്ക്വയർ ഇവിടെ ഉണ്ട്, -2vg + vg ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും -vg ആൻഡ് 1 -5 that is -4 equal to 0. എല്ലാവർക്കും കാണാലോ വി ജി സ്ക്വയർ -vg -4 equal to 0. അപ്പോൾ ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പോസിറ്റീവ് വാല്യൂം കിട്ടും ആൻഡ് 1 നെഗറ്റീവ് വാല്യൂ. അപ്പോൾ ഓബ്വിയസ്ലി ദിസ് വൺ ഈസ് നിങ്ങൾക്ക് കാണാൻ ഞാൻ തുടക്കത്തിൽ തന്നെ മെൻഷൻ ചെയ്തു, ഇറ്റ് ഈസ് ആൻ എൻഹാൻസ്മെന്റ് ടൈപ്പ് എൻ ചാനൽ മോസ്ഫെറ്റ് ആണ്. അപ്പം അങ്ങനെ എൻ ചാനൽ മോസ്ഫെറ്റിന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓബ്വിയസ്ലി വി ജി എസ് എന്ന് പറഞ്ഞാൽ ഒരു 0 വോൾട്ട് ആയിരിക്കണം. അപ്പോൾ വി ജി എസ് 0 വോൾട്ട് ആകുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ആ ഒരു വി ജി വാല്യൂ ഏകദേശം ഒരു 2.56 -1.56 ആണ്. We will be eliminating that -1.56 and the final result will be Vg equals to 2.56. റൈറ്റ്. വി ജി ഈക്വൽ ടു 2.56 വോൾട്ട്. ഓക്കെ. അപ്പോൾ യൂണിറ്റ്സ് വെച്ചിട്ട് കാര്യങ്ങൾ നീക്കണം, ആവശ്യത്തിനുള്ളതൊക്കെ ക്യാൻസൽഡ് ഔട്ട് ചെയ്ത് പോകണം അല്ലേ? അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും. അപ്പം യെസ്. അപ്പം ഏകദേശം അനലോഗ് ഇലക്ട്രോണിക്സിനകത്തും നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു അല്ലേ? Then comes another question. I guess this will be the last question. Yes, this is the last question from analog electronics. So let's move on to the last question. നോക്കിക്കേ, ഓപ്പാമ്പ് വിത്ത് റെസിസ്റ്റർ നെറ്റ്വർക്ക് ആണ്. അപ്പോൾ ഇതല്ലാതെ ഈ ഒരു ക്വസ്റ്റ്യനെ പല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ബട്ട് റാദർ ദാൻ ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഡയറക്ട്ലി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1T നെറ്റ്വർക്കിന്റെ ഫോർമുല ഡയറക്ട്ലി അപ്ലൈ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. which is V output by V input എന്ന് പറയുന്നത് minus, let's give this as R1, this is R2, this is R3 and this one as R4. Therefore minus of R2 by R1. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇൻപുട്ട് നമ്മൾ ഇൻവേർട്ടിങ്ങിനാണ് കൊടുത്തിട്ടുള്ളത്. ഇൻറ്റു 1 + R3 by R2 ഡിവൈഡഡ് ബൈ R3 by R4. ഈ ഒരു ഫോർമുല ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും, അധികം സമയം കളയേണ്ട ആവശ്യം പറ്റില്ല. അപ്പോൾ ഇവിടെ എല്ലാ റെസിസ്റ്റേഴ്സും സെയിം വാല്യൂ ആണ്. ദാറ്റ് ഈസ് -1 × 1 + 1 + only 1 + 1 + 1. Okay, fine. That is V output by V input equal to -3 ആണ് കിട്ടുന്നത്. And from the question it is directly asked about the magnitude. Therefore the value V output by V input, the magnitude എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും. ഈസി ക്വസ്റ്റ്യൻ, റൈറ്റ്? സോ ഫ്രം അനലോഗ് ഇലക്ട്രോണിക്സ് നമ്മൾ കണ്ടത് കൂടുതലും ഓപ്പാമ്പിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് മെമ്മറി ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഓർത്ത് എടുക്കാൻ പറ്റുന്നതും കളക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ആണ് എടുത്ത് വെച്ചേക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾക്ക് നോക്കാം, അനലോഗ് ഇലക്ട്രോണിക്സ് ആണ് നമ്മൾ 6 ക്വസ്റ്റ്യൻസ് ചെയ്തു. ഏകദേശം എല്ലാം തന്നെ സിമ്പിൾ ആയിരുന്നു, റൈറ്റ്? യാ. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം നെറ്റ്വർക്ക് തിയറി എന്ന് പറയുമ്പോഴത്തേക്കും ഫൈൻഡ് ദ ABCD പാരാമീറ്റേഴ്സ് ഓഫ് ദ ഗിവൺ നെറ്റ്വർക്ക് ആണ്. സോ സിമ്പിൾ ആയിട്ടുള്ള ഒരു T നെറ്റ്വർക്ക് ആണ്. അപ്പോൾ ആദ്യമേ തന്നെ ABCD പാരാമീറ്റേഴ്സ് നമുക്ക് ലിസ്റ്റ് ചെയ്യാം. ദറ്റ് ഈസ് V1 എന്ന് പറഞ്ഞാൽ AV2 - BI2 ആൻഡ് I1 ഈക്വൽ ടു CV2 - DI2 ആണ്. ഈ രണ്ട് ഇക്വേഷൻസ് ഓർത്തിരുന്ന് ജസ്റ്റ് ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഈ ക്വസ്റ്റ്യനകത്തുള്ളൂ. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, റൈറ്റ്? അപ്പോൾ ആദ്യമേ നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് KVL അങ്ങോട്ട് നോക്കാം. അപ്പോൾ ഈ KVL നോക്കുമ്പം സാധാരണ രീതിയിലല്ല. നോക്കിക്കേ, ഈ I1 എന്നുള്ള കറണ്ട് കണ്ടല്ലോ. യെസ്, ഇറ്റ് ഈസ് ഫ്ലോയിങ് ലൈക്ക് ദിസ്, റൈറ്റ്? യെസ്. ആൻഡ് കാരണം നമുക്കറിയാം 2 പോർട്ട് നെറ്റ്വർക്കിനകത്ത് ഇതിലേക്കൂടെ ഒരു I1 പോകുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടും I1 തന്നെ ആയിരിക്കും. ദാറ്റ് മീൻസ് I1 ഇങ്ങനെ പോകുന്നു, ഇങ്ങോട്ടും I1 വരുന്നു, അതുപോലെ തന്നെ I2 ഇങ്ങോട്ടും വരുന്നുണ്ട്, റൈറ്റ്? അപ്പം ഈ ഒരു റെസിസ്റ്റൻസ് പാത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു റെസിസ്റ്റർ ആമിലൂടെ I1ഉം I2ഉം ബോത്ത് ഓഫ് ദം ആർ ഫ്ലോയിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ദ മിസ്റ്റേക്ക് യു വിൽ ബി കമ്മിറ്റിംഗ് അവിടെ എന്താണെന്ന് വെച്ചാൽ രണ്ടുപേര് ഈ ഒരു റെസിസ്റ്റർ ആമിലൂടെ രണ്ട് കറണ്ട്സ് വരുന്നുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കും. അവിടെയാണ് മിസ്റ്റേക്ക് ഒരെണ്ണം വരാൻ സാധ്യതയുള്ളത്. എന്നിട്ട് I1 തിരിച്ചു പോവുകയും ചെയ്യും, ഇതിലേക്കൂടെ I2 തിരിച്ചു പോവുകയും ചെയ്യും. അപ്പം നമുക്ക് ഈ ഒരു KVL എടുക്കാം. സോ ലെറ്റ്സ് റൈറ്റ് ഹിയർ KVL അറ്റ് ലൂപ്പ് 1 ആണ്. സോ യു ക്യാൻ സീ ദാറ്റ് മൈനസ് ഓഫ് I1 -1 ആണ്, 1 ohm ആണ്, അതാണ് മൈനസ് ഓഫ് I1 എന്ന് എടുത്തത്. -1 × I1 + I2 plus V1 equated to 0. That implies V1 equal to 2I1 plus I2. ഇത് let's denote this equation as third. ഇനി KVL at loop 2 നോക്കാം നമുക്ക്. KVL at loop 2 എന്ന് പറയുമ്പോൾ സിമിലർലി ഇതുപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഫൈനലി കിട്ടുന്നത് V2 എന്ന് പറയുന്നത് I1 + 2I2 ആയിട്ടായിരിക്കും കിട്ടുന്നത്.
അപ്പൊ നോക്കിക്കേ, നമുക്കിവിടെ V1 ആദ്യത്തെ പാരാമീറ്റർ V1 എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഇക്വേഷൻ V1 എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് V2 ആൻഡ് I2 ആണ്. അപ്പൊ V1 ഇവിടെ നോക്കുവാണെങ്കിൽ I1 I2 ടേംസിലാണ്, നമുക്ക് V2 I2ലാണ് വേണ്ടത്. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോൾ V2 ഈക്വൽ ടു I1 I2. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നതിന് അതാ ഇക്വേഷനകത്ത് V2ഉം I1ഉം I2 ഉണ്ട്. ഇവിടെ നോക്കിക്കുക I1ഉം V2 I2 ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ KVL at loop 2 ഉണ്ടല്ലോ, അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നോക്കിക്കുക, I1നെ ഒന്ന് മാറ്റിക്കേ. I1 ഈക്വൽ ടു V2 മൈനസ് 2I2. അപ്പൊ ഇതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോർത്ത് ഇക്വേഷൻ ആയിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഈ സെക്കൻഡും ഫോറും നിങ്ങളൊന്ന് കമ്പയർ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. എല്ലാവരും വന്നേടോ, സെക്കൻഡും ഫോർത്തും യു ഹാവ് ടു കമ്പയർ ദസ് ടു ഇക്വേഷൻസ് ആൻഡ് ഫ്രം ദാറ്റ് യു ക്യാൻ ഡിറ്റർമൈൻ ദാറ്റ് ദ വാല്യൂ ഓഫ് C എന്ന് പറഞ്ഞാൽ 1ഉം D എന്ന് പറഞ്ഞാൽ 2 ആണ്. ഡു നോട്ട് റൈറ്റ് ആസ് -2 ബിക്കോസ് മൈനസ് ഓഫ് DI2 ആണ്, ഇവിടെ മൈനസ് ഓഫ് 2I2 ആണ്. അപ്പൊ Cയും Dയും നമുക്ക് കിട്ടി. ഓക്കെ, ദെൻ യു ഹാവ് ടു ഡു വൺ തിങ് ഈസ് ദാറ്റ് in first equation, in third equation, okay, V1 equal to 2I1 plus I2. നമുക്ക് വേണ്ടാത്ത ഒരാൾ എന്ന് പറയുമ്പോൾ I1 ആണ്. So let's substitute this fourth equation onto third equation. അപ്പൊ എന്താണെന്ന് വെച്ചാൽ V1 equal to 2. I1 എന്ന് പറഞ്ഞാൽ V2 minus 2I2 ആണ്. അപ്പൊ V2 minus 2I2 plus I2 ആണ്. That implies 2V2 minus 4I2 plus I2, that is minus of 3I2. അപ്പൊ V1. അപ്പൊ നോക്കിക്കേ, compare this. Give this is as equation number 5. അപ്പോൾ V1ഉം ഈ പറഞ്ഞ ഫിഫ്ത്ത് ഇക്വേഷനും ഫസ്റ്റ് ഇക്വേഷനും കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദാറ്റ് ദ വാല്യൂ ഓഫ് A എന്ന് പറഞ്ഞാൽ 2ഉം B എന്ന് പറഞ്ഞാൽ 3ഉം ആണ്. Therefore the final the ABCD parameters എന്ന് പറഞ്ഞാൽ A equal to 2, B equal to 3 and C equal to 1 and D equal to 2. ഓക്കെ അല്ലേ? A2, B3, C1 and D2. ഓക്കെ അല്ലേ? അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ്? So let's move on to the other question. Find VO. ഈ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് നോഡൽ അനാലിസിസ് വെച്ചിട്ട് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് സമയം എടുക്കുമായിരിക്കും. ബട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇറ്റ്സ് ഈസി ടു മൂവ് വിത്ത് ദ സൂപ്പർ പൊസിഷൻ തിയറം, റൈറ്റ്? അപ്പോൾ സൂപ്പർ പൊസിഷൻ തിയറം വെച്ചിട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ അല്ലേ? അതിനകത്ത് ഇപ്പോൾ രണ്ട് സോഴ്സസ് ഉണ്ട്. അപ്പം ലെറ്റ്സ് കൺസിഡർ ഫസ്റ്റ് കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ വോൾട്ടേജ് സോഴ്സിനെ 0 ആക്കാം. വോൾട്ടേജ് സോഴ്സിനെ 0 ആക്കാന്ന് പറയുമ്പം എന്തായി മാറും? വോൾട്ടേജ് സോഴ്സ് 0 ആകുമ്പോഴത്തേക്ക് ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്റ്റീവ്. സോ ലെറ്റ്സ് റീഡ്രോ ദിസ് ഡയഗ്രാം. അതാണ് ഏറ്റവും എളുപ്പം. ക്വസ്റ്റ്യനെ കണ്ട് നോക്കിയിരിക്കാതെ ലെറ്റ്സ് റീഡ്രോ ദ ഡയഗ്രാം. സർക്യൂട്ട് 1 മില്ലി ആംപിയർ വന്നു. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഒരു 1K വന്നു, ഇവിടെയും ഒരു 1K വന്നു. വോൾട്ടേജ് സോഴ്സിനെയാണ് നമ്മൾ 0 ആക്കിയേക്കുന്നത്. അപ്പൊ ഇതെന്തായി മാറി? ഇത് ഷോർട്ടഡ് ആയി മാറി. അത് കഴിയുമ്പോൾ പിന്നെ ഒരു 1K ഉണ്ട്, പിന്നെ ഒരു 1K ഉണ്ട്. ലെറ്റ്സ് കംപ്ലീറ്റ്. ഓക്കെ അല്ലേ? ഇത്രേ ഉള്ളൂ കാര്യം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ, ഈ സർക്യൂട്ട് ഡയഗ്രാം കാണുമ്പോൾ 1Kയും 1Kയും പാരലലാണ്. ദാറ്റ് മീൻസ് 0.5K. അപ്പം വീണ്ടും 1 മില്ലി ആംപിയർ എടുക്കുക, എന്നിട്ട് ഇവിടെ ഒരു 0.5K വരും. ഓക്കെ അല്ലേ? രണ്ടുപേരും പാരലാണ്. അഗെയിൻ ദിസ് 2 ആംസ് അതും പാരലൽ തന്നെയാണ്. അപ്പോൾ 0.5Kയും വരും, വീണ്ടും ഒരു 0.5Kയും വരും. അപ്പൊ എന്താണ് ഇൻ എഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഒരു 1 മില്ലി ആംപിയർ കറണ്ട് സോഴ്സും ഉണ്ട്, ഒരു 1K റെസിസ്റ്ററും. അതിൻ്റെ അക്രോസ് ആണ് നമുക്ക് ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വന്നത്. ദെയർഫോർ അപ്പോൾ ആ സമയത്ത് ലെറ്റ്സ് ഗീവ് ദിസ് ഔട്ട്പുട്ട് ആസ് VO1. അപ്പോൾ VO1 എന്ന് പറഞ്ഞാൽ 1 മില്ലി ആംപിയർ ഈസ് ഫ്ലോയിങ് ത്രൂ 1 കിലോ ഓം റെസിസ്റ്റർ. ദെയർഫോർ ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ 1 കിലോ ഓം റെസിസ്റ്റർ ഇസ് സിംപ്ലി 1 വോൾട്ട്. ഓക്കെ ആണോ? സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു കൺസിഡർ വി ആർ മേക്കിംഗ് ദിസ് കറണ്ട് സോഴ്സ് 0. അപ്പോൾ ഒരു കറണ്ട് സോഴ്സിനെ 0 ആക്കാന്ന് പറയുമ്പോൾ അത് ഓപ്പൺ സർക്യൂട്ട് പോലെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇവിടെ നമുക്ക് ഈ കറണ്ട് സോഴ്സിനെ 0 ആക്കി. അപ്പം ഇവിടെ ഒരു 1K ഉണ്ട്, റൈറ്റ്? പിന്നെ ഇങ്ങോട്ട് മാറിയിട്ടും ഒരു 1K ഉണ്ട്. ദെൻ വാട്ട് ഹാപ്പൻസ്? ഓക്കെ, അത് കഴിഞ്ഞിട്ടും നമുക്കൊരു 1K ഉണ്ട്. എന്നിട്ട് ഇവിടാണ് നമ്മുടെ പ്ലസ് മൈനസ് തന്നെ, പ്ലസ് മൈനസ് 6 വോൾട്ട്. എന്നിട്ട് ഇവിടെയും ഒരു 1K, റൈറ്റ്? ദിസ് ദാറ്റ്സ് ഇറ്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് ഇരുന്ന് വീണ്ടും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് എ ബ്രിഡ്ജ് ബാലൻസ് കണ്ടീഷൻ. നോക്കിക്കേ, നമ്മളൊരു വോൾട്ടേജ് സോഴ്സ് ആണ്. യെസ്, വീറ്റ്സ്റ്റൺസിന്റെ ബ്രിഡ്ജ് ബാലൻസ് കണ്ടീഷൻ, എല്ലാ റെസിസ്റ്റർ ആംസും സെയിം വാല്യൂ ആണ്. ദെയർഫോർ ദ ഔട്ട്പുട്ട് VO2 ഡ്യൂ ടു ദ വോൾട്ടേജ് സോഴ്സ് അലോൺ എന്ന് പറഞ്ഞാൽ 0 വോൾട്ട് ആണ്. അപ്പൊ നമ്മൾ സൂപ്പർ പൊസിഷൻ അപ്ലൈ ചെയ്തു, നമ്മൾ രണ്ട് സോഴ്സസ് ആണ് എടുത്തത്. അപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് VO1 പ്ലസ് VO2 ആണ്. VO2 is 0 and VO1 is simply 1 volt. Therefore the final output voltage equals to 1 volt. Very very easy, right? Yes. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ദ ആവറേജ് പവർ ഡെസിപ്പേറ്റഡ് ഇൻ ദ റെസിസ്റ്റർ അറ്റ് എ റെസണൻസ് കണ്ടീഷൻ ആണ് പറഞ്ഞേക്കുന്നത്. ആൻസർ ഈസ് ഓൾറെഡി ഗിവൺ ബിക്കോസ് ഇറ്റ് ഇസ് വെരി ഈസി ടു സോൾവ്, റൈറ്റ്? അപ്പോൾ നോക്കിക്കേ, അറ്റ് റെസണൻസ് ആണ് ക്വസ്റ്റ്യൻ. ഈസി ആക്കാൻ വേണ്ടി അവർ നോക്കിയേക്കുവാണ്. അറ്റ് റെസണൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം
അറ്റ് റെസണൻസ് കണ്ടീഷനിൽ എല്ലാവരും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ് റെസണൻസ് കണ്ടീഷനിൽ we know that XL equal to XC ആണ്, right? Yeah. And the current flowing through the capacitor and the current flowing through the inductor are same but opposite in direction. Okay അല്ലേ? അപ്പോൾ സംഭവം ഈ ഒരു വോൾട്ടേജ് സോഴ്സ് കാരണം കൊടുക്കുന്ന കറണ്ട്, വോൾട്ടേജ് സോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കറണ്ട് വിൽ ഓൺലി ബി ഫ്ലോയിങ് ത്രൂ ദ റെസിസ്റ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ പവർ ഡെസിപ്പേറ്റഡ് എന്ന് പറയുമ്പോൾ ആവറേജ് പവർ എന്ന് പറയുന്നത് I² RMS into this resistance only, because at resonance condition ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ I² RMS into R ആണ്. therefore I² RMS എന്ന് പറയുമ്പോൾ നമുക്ക് വോൾട്ടേജ് സോഴ്സ് ആണ് തന്നിട്ടുള്ളത്, that is VRMS square. IRMS എന്താണ് പറഞ്ഞേ? IRMS പറഞ്ഞാൽ VRMS by R the whole square into R ആണ്, right? Yes, that is VRMS square divided by R square into R. Simply we can cancel out. VRMS നമുക്ക് തന്നിരിക്കുന്ന mean value ആണ്, that is 12 by root 2 the whole square into 1k ആണ്, divided by 1k. Simply calculatorന്റെ പോലും ആവശ്യമില്ല. 12 square is 144 divided by 2 divided by 1k ആണ്, that is 72. നമുക്ക് കിട്ടുന്ന ആവറേജ് പവർ എന്ന് പറഞ്ഞാൽ 72 ആണ്. 1k താഴെയുണ്ട്, ദാറ്റ് മീൻസ് മില്ലി പവർ എന്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വാട്ട്. ദാറ്റ് ഈസ് 72 മില്ലി വാട്ട്, റൈറ്റ്? സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ദെൻ കംസ് അബൌട്ട് അനദർ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ ഇത് കുറച്ച് ചെയ്യാൻ അത്രയ്ക്ക് ഒന്നുമില്ല, സ്റ്റിൽ നമുക്ക് നോക്കാം. ഇവിടെ തന്നിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇൻഡക്ടറിന്റെ വാല്യൂ 1 മില്ലി ഹെൻറി തന്നിട്ടുണ്ട്, കപ്പാസിറ്ററിന്റെ വാല്യൂ 1 മില്ലി ഫാരഡ് തന്നിട്ടുണ്ട്. എന്നിട്ട് തന്നിട്ടുള്ളത് തീറ്റ സി പ്ലസ് തീറ്റ എൽ ഈക്വൽസ് ടു, ഐ എം സോറി ദിസ് ഇസ് 90 ഡിഗ്രി വാട്ട് ദിയർ മീനിങ്. ഓക്കെ അല്ലേ? യെസ്, 90 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പം ഓബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാം തീറ്റ എൽ എന്ന് പറയുന്നത് ദ ആംഗിൾ ബിറ്റ്വീൻ the voltage across the inductor and the current flowing through the inductor, right? And theta c is similarly the angle between the voltage across the capacitor and current through the capacitor, right? അപ്പോൾ ഓൾറെഡി തന്നിട്ടുണ്ട് തീറ്റ സി പ്ലസ് തീറ്റ എൽ 90 ഡിഗ്രി ആണ്. അപ്പോൾ തീറ്റ എല്ലും തീറ്റ സി എന്താണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലേ? എന്താണ് തീറ്റ എൽ? ടാൻ ഇൻവേഴ്സ് ഓഫ് XL by RL, അതാണ് തീറ്റ എൽ. ആൻഡ് തീറ്റ സി എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് XC by RC. ഓക്കെ, അത് ഡയറക്ട്ലി നമുക്ക് 90 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടാൻ ഇൻവേഴ്സ് ഓഫ് എ പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് ബി ഓൾറെഡി അറിയാം, ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് എ ബി ഈക്വൽ ടു 90 ആണ്. അപ്പോൾ ഈ ടാൻ 90 എന്ന് പറയുന്നത് എ ബി ബൈ 1 മൈനസ് എ ബി ആണ്, ഇൻഫിനിറ്റി ആണ്. ടാൻ 90 ഇൻഫിനിറ്റി ആണ്. ദാറ്റ് മീൻസ് ദിസ് ഹോൾ ടേം ഈക്വൽ ടു ഇൻഫിനിറ്റി. എന്താണ്? എ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് എ ബി. നോക്കിക്കോളൂ, 1 മൈനസ് എ ബി ഇൻഫിനിറ്റി ആവുക എന്ന് പറഞ്ഞാൽ എ ബി 1 ആയി കഴിഞ്ഞാൽ 1 മൈനസ് 1 0 ആവുക. എ ബി ബൈ 0 സംതിങ് ബൈ 0 ഇസ് ഇൻഫിനിറ്റി. അപ്പോൾ എന്താണ്? എ ബിനെ നമ്മൾ 1 ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോൾ റിലേഷൻ എന്തായി മാറും? ഇൻഫിനിറ്റിയിലോട്ട് പോകും. അപ്പം എ എന്ന് പറയുന്നത് എന്താണ്? ഇവിടോട്ട് നോക്കിക്കേ, എ എന്ന് പറയുന്നത് XL ബൈ RL-ഉം ബി എന്ന് പറഞ്ഞാൽ XC ബൈ RC യുമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ എ എന്ന് പറഞ്ഞാൽ XL ബൈ RL ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ XC ബൈ RC വിച്ച് ഈസ് ഈക്വൽ ടു 1 ആണ്. XL എന്ന് പറഞ്ഞാൽ ഒമേഗ എൽ ഡിവൈഡഡ് ബൈ RL-ഉം ഇൻറ്റു XC എന്ന് പറഞ്ഞാൽ 1 ബൈ ഒമേഗ സി ഇൻറ്റു RC ആണ്, റൈറ്റ്? യെസ്, വിച്ച് ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഈ ഒമേഗയും നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാം. സി അല്ല ഒമേഗയും ക്യാൻസൽ ഔട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? ദേ ന്യൂമറേറ്ററിൽ എൽ ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു സി ഉണ്ട്, പിന്നെ ഇങ്ങോട്ട് മാറി ഒരു RL ഡോട്ട് RC ഈക്വൽ ടു 1 ആണ്. ദാറ്റ് ഇംപ്ലൈസ് RL ഡോട്ട് RC എന്ന് പറഞ്ഞാൽ L ബൈ സി ആയിട്ട് മാറും. അപ്പോൾ ഈ L എന്ന് പറഞ്ഞാൽ 1 മില്ലി ഹെൻറിയും കപ്പാസിറ്റൻസ് വാല്യൂ 1 മില്ലി ഫാരഡും ആണ്. അപ്പോൾ ഈക്വൽ ടു 1 ആണ്, റൈറ്റ്? അപ്പം RL ഡോട്ട് RC എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അപ്പം 2 റെസിസ്റ്റേഴ്സ് ആണ്, അതാണ് ഈ ഓം സ്ക്വയർ ആയിട്ട്. അപ്പോൾ സിംപ്ലി അതിൻ്റെ വാല്യൂ 1. ദാറ്റ്സ് ഇറ്റ്. സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ? ഇച്ചിരി ചെയ്യാനുണ്ട്, സ്റ്റിൽ ഓക്കെ ആണ്, റൈറ്റ്? ഓക്കെ, അപ്പം നമ്മൾ നെറ്റ്വർക്ക് തിയറിക്കകത്ത് എത്ര ക്വസ്റ്റ്യൻസ് ഇവിടെ ഏകദേശം 1 2 3 4 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റിയത്. ഓക്കെ അല്ലേ? റൈറ്റ്. സോ നൗ ഇറ്റ്സ് ദ ടൈം ഫോർ കൺട്രോൾ സിസ്റ്റം. Okay, so let's solve this control system. Consider the control system shown above, right? C of S in the value തന്നിട്ടുണ്ട്, K into S plus alpha and K of S തന്നിട്ടുണ്ട്. The closed loop poles of a system തന്നിട്ടുണ്ട്. Okay, here one mistake is that I guess ഇവിടെ -3 plus or minus J root 5 ആയിരിക്കും, കാരണം ഒരിക്കലും root J 5 ആവത്തില്ല, right? അപ്പോൾ find the values of K and alpha. ഇത്
സിമ്പിൾ അല്ലേ? യെസ്. അപ്പോൾ ഇത് നോക്കിക്കുക, ഒരു യൂണിറ്റി ഫീഡ്ബാക്ക് സർക്യൂട്ട് ആണ്. അപ്പം നമുക്ക് പോൾസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിനകത്തും നമുക്ക് ഈ ആൽഫയും അതുപോലെ തന്നെ കെയും കണ്ടുപിടിക്കാനാണ്. സോ ഇറ്റ്സ് ബെറ്റർ ടു മൂവ് വിത്ത് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, റൈറ്റ്? അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ്? 1 പ്ലസ് സി ഓഫ് എസ് ഇൻറ്റു കെ ഓഫ് എസ് വിച്ച് ഈസ് ഈക്വൽ ടു 0 ആണ്. അതെങ്ങനെയാണ് കിട്ടിയത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കുമല്ലോ. നോക്കിക്കേ, അപ്പം നമുക്കിതൊരു നമ്മുടെ ഒരു ജി ഓഫ് എസ് ആയിട്ട് നമ്മളിതിനെ കൺസിഡർ ചെയ്യാണ് വിത്ത് എ യൂണിറ്റി ഫീഡ്ബാക്ക് ആണെന്നുണ്ടെങ്കിൽ, റൈറ്റ്? യെസ്, നമ്മളൊരു യൂണിറ്റി ഫീഡ്ബാക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ഇതാണ് നമ്മുടെ ആർ ഓഫ് എസ്, ഇതാണ് നമ്മുടെ സി ഓഫ് എസ് എങ്കിൽ സിംപ്ലി നമ്മൾ എഴുതും സി ഓഫ് എസ് ഡിവൈഡഡ് ബൈ ആർ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എസ് ഡിവൈഡ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പോൾസ് ഓഫ് ദ സിസ്റ്റം ആണ്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 പ്ലസ് ജി ഓഫ് എസ് വെൻ ഇക്വേറ്റഡ് ടു 0 ആണ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പോൾ 1 പ്ലസ് ജി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് പാത്ത് ആണ്, ഫോർവേഡ് പാത്ത് ഗെയിൻ ആണ്. അപ്പോൾ ഫോർവേഡ് പാത്തിനകത്ത് നമുക്ക് 2 എലമെന്റ്സ് ആണ്, സി ഓഫ് എസും കെ ഓഫ് എസും. ഫോർ സിംപ്ലി ജി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ സി ഓഫ് എസ് ഇൻറ്റു കെ ഓഫ് എസ് ആണ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ദറ്റ് ഈസ് ക്യൂ ഓഫ് എസ് എന്ന് പറയുന്നത് 1 പ്ലസ് സി ഓഫ് എസ് ഡോട്ട് കെ ഓഫ് എസ് ആണ്. ദറ്റ് ഈസ് 1 പ്ലസ് സി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു എസ് പ്ലസ് ആൽഫ, കെ ഇൻറ്റു എസ് പ്ലസ് ആൽഫ ഡോട്ട് കെ ഓഫ് എസ് ഈസ് 1 ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2. ഓക്കെ, 1 by s plus 1 into s plus 2. This is given as 0. അപ്പോൾ ഡയറക്റ്റ്ലി എടുക്കുവാണെങ്കിൽ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 പ്ലസ് കെ ഇൻറ്റു എസ് പ്ലസ് ആൽഫ. വളരെ സിമ്പിൾ ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 എന്ന് പറയുമ്പോൾ എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2 പ്ലസ് കെ എസ് പ്ലസ് ആൽഫ ഇക്വേറ്റഡ് ടു 0. ദാറ്റ് ഇംപ്ലൈസ് എസ് സ്ക്വയർ പ്ലസ് എസ്സിനെ നമ്മൾ കോമൺ ആയിട്ട് എടുക്കുവാണെങ്കിൽ 3 പ്ലസ് കെ എന്ന് വരും, റൈറ്റ്? യെസ്. ആൻഡ് ഓക്കെ, ഇവിടെ നോക്കിക്കേ, 1 സെക്കൻഡ്, ഇവിടെ വെറും ആൽഫ എന്നല്ല നമ്മൾ എഴുതേണ്ടത്, ഇറ്റ്സ് സംതിങ് പ്ലസ് കെ എസ് പ്ലസ് കെ ആൽഫ. അപ്പോൾ നമ്മൾ എസ് സ്ക്വയറിനെ എടുത്തു, എസ്സിനെ കോമൺ എടുത്തപ്പോൾ 3 പ്ലസ് കെ വന്നു ആൻഡ് കെ ആൽഫ പ്ലസ് 2 ഇക്വേറ്റഡ് ടു 0. സോ ലെറ്റ്സ് പ്ലേസ് ദിസ് ഹിയർ. നമ്മുടെ പോൾസ് എവിടെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? -3 പ്ലസ് ഓർ മൈനസ് j√5 ആണ്. അപ്പോൾ ക്ലോസ് ലൂപ്പ് പോൾസ് ശ്രദ്ധിച്ചോളൂ, ക്ലോസ് ലൂപ്പ് പോൾസ് ആണ്. അപ്പം -3 പ്ലസ് ഓർ മൈനസ് j√5 ആണ്. അപ്പം നമ്മുടെ ആദ്യത്തെ പോൾ എന്ന് പറയുമ്പോൾ -3 മൈനസ് j√5ഉം രണ്ടാമത്തെന്ന് പറയുമ്പോൾ -3 പ്ലസ് j√5 ആണ്. അപ്പോൾ ശരിക്കും പറയുവാണെന്നുണ്ടെങ്കിൽ എസ് പ്ലസ് 3, റൈറ്റ്? എസ് പ്ലസ് 3 പ്ലസ് j√5, ഇതാണ് 2 പോൾസ്. അത് തന്നെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിലൂടെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. എസ് പ്ലസ് 3 മൈനസ് j√5 വിച്ച് ഇസ് ഇക്വേറ്റഡ് ടു 0 ആണ്. അപ്പോൾ ഓബ്വിയസ്ലി ഇത് എന്ത് ഫോമിലാണ് നടക്കുന്നത്? എ പ്ലസ് ജെ ഒമേഗ ഇൻറ്റു എ മൈനസ് ജെ. ഐ എം സിംപ്ലി ഗിവിംഗ് റിയൽ ആൻഡ് ഇമാജിനറി കമ്പോണൻസ് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? 1 സെക്കൻഡ്, ലെറ്റ് മീ പുട്ട് ദിസ് ആസ് എ പ്ലസ്, അപ്പോൾ ഇവിടോട്ട് നോക്കാം, എന്ന് പറയുന്നത് എ പ്ലസ് ജെ ബി ഇൻറ്റു എ മൈനസ് ജെ ബി ആണ്. ദാറ്റ് ഈസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതുപോലെ ഡയറക്റ്റ്ലി ഞാൻ കമ്പ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതെന്ത് വരും? എസ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് √5 ദ ഹോൾ സ്ക്വയർ ആണ്, വിച്ച് ഇസ് സിംപ്ലി 5 ഇക്വേറ്റഡ് ടു 0. അപ്പോൾ ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പം എസ് സ്ക്വയർ പ്ലസ് 6s പ്ലസ് 9 പ്ലസ് 5 is 14 which is equal to 0. അപ്പോൾ ലെറ്റ്സ് ഗിവ് ദിസ് ഇക്വേഷൻ ആസ് നമ്പർ 1 ആൻഡ് നമ്പർ 2. ഇനി ഇത് രണ്ടിനെയും കൂടെ കമ്പയർ ചെയ്താൽ പോലെ, ദാറ്റ് ഈസ് എസിൻ്റെ എലമെന്റ്സ് ഏതാണ്? എസിനായിട്ട് ഇവിടെ കോയിഫിഷ്യൻ 6ഉം ഇവിടെ 3 പ്ലസ് കെ ആണ്. ദാറ്റ് മീൻസ് 3 പ്ലസ് കെ 6 ആണ്. ദാറ്റ് ഇംപ്ലൈസ് കെ ഈക്വൽ ടു 3 ആണ് സിംപ്ലി. അത് കഴിയുമ്പോഴത്തേക്കും കെ ആൽഫ എസ് റൈസ് ടു 0 എന്ന് പറയുമ്പോൾ അതിൻ്റെ കോയിഫിഷ്യൻ 14ഉം ഇവിടെ കെ ആൽഫ പ്ലസ് 2 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് 14. സില്ലി മിസ്റ്റേക്സ് ആണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ദാറ്റ് ഇംപ്ലൈസ് കെ ആൽഫ ഇസ് ഇക്വൽ ടു 14 മൈനസ് 2 is 12 ആൻഡ് ആൽഫ ഇസ് ഇക്വൽസ് ടു 12 ബൈ കെ, 12 ബൈ 3 is 4. അപ്പോൾ ദ ഫൈനൽ ആൻസർ ഈസ് കെ ഈക്വൽ ടു 3 ആൻഡ് ആൽഫ ഈക്വൽ ടു 4, റൈറ്റ്? യെസ്. ഓക്കെ, so here comes next question. Very very simple ആണ്. Consider a linear time invariant control system represent state space model. Directly transfer function കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, ഇതാണ് നമ്മുടെ സിസ്റ്റം മെട്രിക്സ് എ, ഇത് ബി, ഇത് സി ആൻഡ് ഡി തന്നിട്ടുള്ള ഡി ഇസ് ഈക്വൽസ് ടു 0 ആണ്. അപ്പോൾ നമുക്കറിയാം ഫ്രം ദ സ്റ്റേറ്റ് സ്പേസ് മോഡൽ, അല്ലേ? ഫ്രം ദ സ്റ്റേറ്റ് സ്പേസ് മോഡൽ നമുക്ക് കാണാൻ പറ്റും ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എസ് ഐ മൈനസ് എ ഇൻവേഴ്സ് ഇൻറ്റു ബി ടു സി പ്ലസ് ഡി ആണ്. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് സി ഉണ്ട്, നമുക്ക് എ ഉണ്ട്, നമുക്ക് ബി ഉണ്ട്. യു ക്യാൻ ഡയറക്റ്റ്ലി ഡിറ്റർമൈൻ ദിസ്. സോ എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത് ഒത്തിരി പാടായിട്ടുള്ളത്. ഡയറക്റ്റ്ലി ഇത് തന്നെ നമുക്ക് സൊല്യൂഷൻ കിട്ടിക്കോളും. ഓക്കെ ആണല്ലോ? യെസ്. സിംപ്ലി 3s പ്ലസ് 5 ഡിവൈഡ് ബൈ സ്ക്വയർ പ്ലസ് 4s പ്ലസ് 6.
Now the next question is find the value of k for marginal stability. Right, marginal stability എന്ത് കണ്ടുപിടിക്കാനാണെങ്കിൽ you have to determine the characteristic equation, right? Therefore the characteristic equation is 1 plus gs equals to 0. That is q of s characteristic equation is 1 plus k divided by s plus 7 into s plus 11 equated to 0 ആണ്. That is s into s plus 7 into s plus 11 plus k equated to 0. That is s into s square plus 18s plus 77 plus k equated to 0. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ഇത് s cube 3ന്റെ പവർ ആണ്. യെസ്, ഇത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. 18s square plus 77s plus k equal to 0. അപ്പോൾ മാർജിനൽ സ്റ്റെബിലിറ്റിയിൽ കെയുടെ വാല്യൂ ആണ്. ഇന്നർ പ്രൊഡക്റ്റ് ഈക്വൽ ടു ഔട്ടർ പ്രൊഡക്റ്റ് ആണ്. ദാറ്റ് ഈസ് 18 into 77 ഈക്വൽ ടു k. അങ്ങനെയാണ് നമുക്ക് ഈ 1386 നമ്മൾ എത്തിച്ചേരുന്നത്. ഓക്കെ അല്ലേ? യെസ്. So the next question is simply find the correct transfer function ആണ്. The answer is 1 by s plus 4. We know that. നമ്മൾ ചെയ്യുന്ന ആ ഒരു പാത്ത് കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നോക്കിക്കേ, 2 ബ്ലോക്കുകളുണ്ട്. സെയിം ആയിട്ടുള്ള 2 ബ്ലോക്കുകളാണ്. അപ്പോൾ കൂടുതൽ കോംപ്ലിക്കേഷനോ തലപുകഞ്ഞോ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ത്രൂ മേസൺസ് ഗേറ്റ് ഫോർമുല വെച്ചിട്ട് നമുക്ക് ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ആകെ ഒറ്റൊരു ഫോർവേഡ് പാത്തേ ഉള്ളൂ. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. 1 by s plus 4 ഫോർവേഡ് പാത്ത്, നമ്പർ ഓഫ് ഫോർവേഡ് പാത്ത് ഒരെണ്ണേ ഉള്ളൂ. ഡിവൈഡ് ബൈ 1 മൈനസ്, ഇനി നമ്മൾ ലൂപ്പ് ഗെയിൻ ആണ് നോക്കിക്കേ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് വന്ന് ദാറ്റ് മീൻസ് 1 by s plus 4 into minus 1, that is minus of 1 by s plus 4. ഇനി അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ അടുത്ത ഈ ലൂപ്പാണ്. ആദ്യത്തെ ലൂപ്പ് ഈ വലിയ ലൂപ്പും ആൻഡ് ദിസ് വൺ സെക്കൻഡ് ടൈമിൽ ഈ ചെറിയ ലൂപ്പുമാണ്. അപ്പോൾ നോക്കുമ്പോൾ 1 by s plus 4 നോക്കിക്കേ, ഇവിടെ മൈനസ് ഓൾറെഡി ഉണ്ട്. This minus is again going to this minus. അപ്പോൾ എന്താണ് വരുന്നത്? plus 1 by s plus 4. വേറെ ലൂപ്പുകളൊന്നുമില്ല, റൈറ്റ്? അപ്പോൾ എന്താ സംഭവിക്കുന്നത്? when we expand it 1 by s plus 4 divided by, നോക്കിക്കുക, minus 1 by s plus 4 ഉം 1 by s plus 4 ഉം cancel ആയി പോയി, divide by 1. Therefore simply the transfer function of the system is 1 by s plus 4. Okay ആണല്ലോ? So direct question ആണ്, nothing more complicated. Okay, then comes another question. In a control system, a system is described by the state equation. Okay, നമുക്ക് system matrix A ഉണ്ടെന്ന് പറഞ്ഞു. The initial condition at t equal to 0 തന്നിട്ടുണ്ട്. The solution to the state equation is w of t is equals to e raised to t ux plus e raised to minus 2t ui. റൈറ്റ്, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഡിറ്റർമൈൻ ദ സിസ്റ്റം മെട്രിക്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റേറ്റ് ഇക്വേഷനിൽ നിന്ന് യു ക്യാൻ ഡിറ്റർമൈൻ ദ പോൾസ് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? പോൾസ് എന്ന് പറയാൻ നമുക്ക് കിട്ടുന്നത് 1 ഉം -2 ആണ്, റൈറ്റ്? 1 ഉം -2. അപ്പോൾ ഈ സ്റ്റേറ്റ് സ്പേസ് മോഡലിനകത്ത് യു നോ ദാറ്റ് ദ പോൾസ് ഓഫ് ദ സിസ്റ്റം ഈക്വൽ ടു ദ ഐഗൺ വാല്യൂസ് ഓഫ് സിസ്റ്റം മെട്രിക്സ് എ ആണ് ഫ്രം ദ സ്റ്റേറ്റ് സ്പേസ് മോഡൽ. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് 2 പോൾസ് കിട്ടി. നമ്മൾക്കറിയാം പോൾസ് തന്നെയാണ് ഐഗൺ വാല്യൂസ് ഓഫ് മെട്രിക്സ് എ ഫ്രം ദ സ്റ്റേറ്റ് സ്പേസ് മോഡൽ. അപ്പം നമുക്ക് ഈ സിസ്റ്റം മെട്രിക്സിനെ പല രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. ഒന്നെന്ന് പറയുമ്പോൾ 1 0, ഒന്ന് ഈ 1 ഈ 0, പിന്നെ 0 -2, ഒന്ന് ഈ ചാൻസ് വരാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റം മെട്രിക്സ് -2 0 0 1 എന്ന് വരാം. ഇത് നമ്മുടെ രണ്ടാമത്തെ ഫോം. അതല്ലാത്ത പക്ഷം നമുക്ക് പോൾസ് കിട്ടിയില്ലേ? യെസ്. അപ്പൊ ഈ പോൾസ് കിട്ടിക്കഴിയുമ്പോൾ ഇവിടെ തന്നെ ചെയ്യാം. നമുക്ക് പോൾസ് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 1 ഉം -2 ആണ്. ദാറ്റ് ഈസ് s - 1 ഇൻറ്റു s plus 2 നമുക്ക് എടുക്കാം. നമുക്ക് ആ പോൾസ് വെച്ചിട്ട് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫ്രെയിം ചെയ്യാമല്ലോ. ദാറ്റ് മീൻസ് s square plus 2s minus s minus 2 equated to 0. That is s square plus s minus 2 equal to 0 ആണ്. അപ്പം നമ്മുടെ ഈ പറയുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, ഇഫ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് ഓഫ് ദ ഫോം s square plus a1s plus a0 equal to 0 ആണെങ്കിൽ, ഈ ഒരു ഫോമിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം മെട്രിക്സിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. 0 1 minus a0 മൈനസ് a1 ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ ഇവിടെ നോക്കിക്കേ, s square plus s minus 2 ആണ്. അപ്പം അതിൻ്റെ അർത്ഥം a1ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ഉം a0യുടെ വാല്യൂ എന്ന് പറയുന്നത് -2 ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് വേറൊരു സിസ്റ്റം മെട്രിക്സും ഡിഫൈൻ ചെയ്യാൻ പറ്റും, വിച്ച് ഈ 0 1 തന്നിട്ടുണ്ട്. -a0 എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് -2 +2 ആൻഡ് മൈനസ് ഓഫ് a1 എന്ന് പറഞ്ഞാൽ a1 എന്ന് പറഞ്ഞാൽ -1 ആണ്. ഓക്കെ അല്ലേ? അപ്പം ഇത് 3 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പം ഇനി നമ്മൾ ഓപ്ഷനിൽ നോക്കേണ്ട ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, 1 0 0 -2 ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ 0 1 0 1 ഒന്നും കൊടുത്തിട്ടില്ല. ദെർഫോർ ഒരെണ്ണം മാത്രമേ ഉള്ളൂ നമ്മുടെ ഓപ്ഷൻ. ഓക്കെ അല്ലേ? അപ്പൊ ഇത് ഇൻ കേസ് ഇപ്പം നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ എല്ലാ ഓപ്ഷൻസും നമ്മൾ ചെക്ക് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇനി ഫിറ്റ്
ഒരു മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ആദ്യമേ തന്നെ സെലക്ട് ചെയ്തത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് പോസിബിലിറ്റീസ്. നമുക്ക് ഒന്നെങ്കിൽ ഇത് വരാം, അല്ലെങ്കിൽ ഇത് വരാം, അല്ലാതെ മൂന്നാമത്തെ ഈ ഒരു ഓപ്ഷൻ നമുക്ക് വരാം. ഓക്കെ ആണല്ലോ? യെസ്. Okay, then comes about to the digital question ആണ്. The address of the first location of a 256 kilobyte memory is given as 2500 hexadecimal ആണ്. What is the address of the last memory location? There is simply a formula മാത്രം മതി. That is the memory capacity, right? Memory capacity. നോക്കിക്കേ, memory capacity എന്ന് പറയുന്നത് which is equal to നമ്മുടെ final address minus initial address plus 1 ആണ്. ഓക്കെ അല്ലേ? അപ്പം മെമ്മറി കപ്പാസിറ്റി ആണ് 256 കിലോ ബൈറ്റ് ഈക്വൽ ടു ഫൈനൽ അഡ്രസ് ആണ്, അല്ലല്ലേ, ഇനിഷ്യൽ അഡ്രസ് ആണ് നമ്മൾ തന്നിട്ടുള്ളത്. അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് ലൊക്കേഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഫൈനൽ അഡ്രസ്സിനെ നമുക്ക് FA എന്ന് കൊടുക്കാം, -2500 + 1. അപ്പോൾ ഇതെല്ലാം ഹെക്സാഡെസിമലിലാണ്. നമുക്ക് ആൻസർ തന്നേക്കുന്ന ഹെക്സാഡെസിമലിലാണ്. ആദ്യമേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന 256 കിലോ ബൈറ്റിനെ വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻടു ഹെക്സാഡെസിമൽ. അപ്പോൾ ഈ ബൈറ്റ് അവിടെ തന്നെ കിടന്നോട്ടെ, കാരണം നമ്മൾ മെമ്മറി ലൊക്കേഷൻസിനകത്ത് നമ്മൾ എന്തൊരു മൈക്രോ പ്രോസസ്സറിന്റെ കാര്യങ്ങൾ ബൈറ്റ് അക്സസിബിൾ ആണ് നമ്മൾ പറയുന്നത്. സോ ലീവ് ഇറ്റ് ആസ് B, അങ്ങനെ ഇട്ടേക്കാം. 256 കിലോ എന്ന് പറഞ്ഞാൽ 2⁻10 ആണ്, വിച്ച് ഇസ് സിംപ്ലി ഈക്വൽ ടു 1024. അപ്പം 256 ഇൻറ്റു 1024 എന്ന് പറഞ്ഞാൽ 262,144. അപ്പോൾ ആദ്യമേ കാണുന്ന ഈ ഒരു വലിയൊരു വാല്യൂ കാണുമ്പോഴത്തേക്ക് ഈ ക്വസ്റ്റ്യൻ വിടാനുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു പോസിബിലിറ്റി ആണ് പലർക്കും ഉള്ളത്. ബട്ട് ഇത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കിക്കേ, 262,144 ആണ്. സിംപ്ലി ഹെക്സാഡെസിമൽ, ഒരിക്കലും ഡയറക്ട്ലി ഡെസിമലിനെ നേരിട്ട് ബൈനറി ആക്കി ബൈനറിനെ ഹെക്സാഡെസിമൽ ആക്കാൻ നടക്കരുതും. അതിനെക്കാട്ടി ഈസി ആയിട്ട് ഇതിനെ ഹെക്സാഡെസിമൽ ആക്കി ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ആണ്, കാരണം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒത്തിരി കാൽക്കുലേഷൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ദിസ് വാല്യൂ ഡിവൈഡഡ് ബൈ 16 ഡയറക്ട്ലി ഗീവ്സ് us 16384 with a remainder 0. Again this value divided by 16 gives 1024. ഹെക്സാഡെസിമൽ ആണ്, ബേസ് 16 ആണ്. Again this value, ഈ ഒരു വാല്യൂ ഡിവൈഡ് ബൈ 16 എന്ന് പറയുമ്പോൾ 64 ആണ്. Again with the remainder 0 and 16 again with 64, 4 with the remainder 0 ആണ്. That implies 262,144 in decimal എന്ന് പറയുമ്പോൾ അതിന് ഹെക്സാഡെസിമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 40000 ബേസ് 16 ആണ്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് കപ്പാസിറ്റി ഓഫ് ദ മെമ്മറി കിട്ടി. അപ്പം ഫൈനൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ 256 KB + 2500 - 1 ചെയ്താൽ മതി. അപ്പം ഫൈനൽ അഡ്രസ് എന്ന് പറയുന്നത് 440 + 2500 - അപ്പോൾ ഏറ്റവും എളുപ്പ മാർഗം എന്ന് പറഞ്ഞാൽ 40000 - 1 ആണ്, വിച്ച് ഇസ് സിംപ്ലി 3FFFF അറിയാമല്ലോ, +2500. അപ്പം നോക്കിക്കേ, ഇത് 3FFFF 2500 അഡീഷൻ ആണ് ചെയ്യേണ്ടത്. F + 0 സിംപ്ലി F, F + 0 സിംപ്ലി F. F എന്ന് പറഞ്ഞാൽ 15 ആണ്. 15 + 5 is 20 ആണ്. അപ്പം എനിവേ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ബേസ്. അപ്പം 20നെ നമ്മൾ 16 കൊണ്ട് കുറയ്ക്കുമ്പോൾ 4 നമുക്ക് കിട്ടും. 4 with a remainder 1 ആണ്. Again F എന്ന് പറഞ്ഞാൽ 15, 15 + 1 is 16, 16 + 2 is 18, 18 is greater than 16, so 18 we have to subtract 18 from 16, which gives us a result of 2 with a remainder 1. 3 + 1 4, 424FF 424 കണ്ടോ? അങ്ങനെ തന്നെ നമുക്ക് ഓപ്ഷൻ ബിയിലോട്ട് നമുക്ക് എത്താൻ പറ്റി. ഓക്കെ ആണല്ലോ? that's a simple thing. Now find the tens complement of the decimal number 47. You can directly see the answer is B 53, but how it is being obtained is what? Tens complement കണ്ടുപിടിക്കാൻ പറയുമ്പോൾ it's better to determine the nines complement plus 1. നിങ്ങൾ നോക്കിക്കേ, in case of binary numbers നമ്മൾ 2's complement കണ്ടുപിടിക്കാൻ പോകുമ്പോഴത്തേക്ക് the basic procedure എന്ന് പറയുമ്പോഴത്തേക്ക് 1's complement plus 1 ആണ്. അത് തന്നെയാണ് നമുക്ക് ഇവിടെയും ചെയ്യേണ്ടത്. 10's complement കണ്ടുപിടിക്കാൻ 9's complement plus 1 ചെയ്താൽ മതി. അപ്പോൾ 9's complement എന്ന് പറയുമ്പോൾ നമുക്ക് 2 digit number ആണ്. അപ്പോൾ therefore 9's complement കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ 99നെ 47 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. 9 - 7 is 2 and 9 - 4 is 5. 52 is added with 1, which is 53. This gives the tens complement. ഇത്രയും മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ചെയ്യാനായിട്ട്. ഓക്കെ ആണല്ലോ? യെസ്. Then next question is find the simplified Boolean expression for the function given below. Okay. So let's move on to the K map. Okay അല്ലേ? അപ്പം ഇതിനകത്ത് ചെയ്യാനുള്ളൊരു മാർഗം എന്ന് പറയുമ്പോൾ K map മാത്രമാണ്. So let's draw the K map and you can see from the question that the highest number is 15. So obviously it is a 4 variable K map.
സോ 4 വേരിയബിൾ നമുക്ക് പെട്ടെന്ന് വരയ്ക്കാം. 4 വേരിയബിൾ കെ മാപ്പ്, അതും സിഗ്മയിലാണ് തന്നിട്ടുള്ളത്. സോ ഒബ്വിയസ്ലി യു ക്യാൻ സീ ദാറ്റ് ഇറ്റ്സ് ഇൻ ദ ഫോം ഓഫ് മിൻ ടേംസ് ആണ്. These all are things you have to observe prior to moving on to the problem, right? WXYZ ആണ്. അപ്പം WXYZ. So 0 0 0 1 1 1 1 0 0 0 0 1 1 1 1 0. ആരൊക്കെയാണുള്ളത്? 0 2 5 7. അപ്പോൾ 0 ഇവിടെ ഉണ്ട്, 2 ഇവിടെ ഉണ്ട്, 5 ഇവിടെ ഉണ്ട്, 7 ഇവിടെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് 8 10. ദിസ് ഇസ് 8 9. This is 8 9. Then comes about 10. 10 ശേഷം it's 13 14 and 15. 12 13 14 and 15. സോ ആദ്യമേ തന്നെ നമുക്ക് ഈ എഡ്ജസിൽ അതിനെ ഗ്രൂപ്പ് ചെയ്യാം. ദാറ്റ് ഈസ് F is equals to X bar into Z bar. Then okay, 5ഉം 7ഉം I'm sorry, it's 5 7 not given. Okay അല്ലേ, അപ്പോൾ ഇവിടെ 5ഉം 7ഉം ഉണ്ട്. So here comes another group which is plus XZ. അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു ഗ്രൂപ്പിന്റെ പോസിബിലിറ്റി അതിന് ഇങ്ങനെ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. പ്ലസ് നമ്മുടെ ഓപ്ഷൻസിനനുസരിച്ചിട്ട് നമ്മൾ നോക്കണം. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എക്സ് സെഡ് ബാർ, ഇസ് സിംപ്ലി എക്സ് സെഡ്, റൈറ്റ്? ഈ ഒരു ഗ്രൂപ്പ് എടുക്കുമ്പം എക്സും സെഡും തന്നെ ഉള്ളൂ. പിന്നെ ഈ ഒരു ഗ്രൂപ്പാണ് ആ സമയത്ത് കോമൺ ആയിട്ട് വരുന്നത്. ഇറ്റ്സ് ഡബ്ല്യു ആൻഡ് വൈ സെഡ് ബാർ. ഓക്കെ അല്ലേ? യെസ്, ഇതായിരിക്കും നിങ്ങളുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എക്സ് ബാർ സെഡ് ബാർ പ്ലസ് എക്സ് സെഡ് പ്ലസ് ഡബ്ല്യു വൈ സെഡ് ബാർ. ഓക്കെ, റൈറ്റ്. Then comes about another question from digital electronics. ഒരു സർക്യൂട്ട് ആണ്, ഡയറക്ട്ലി ഷിഫ്റ്റ് രജിസ്റ്റർ ക്വസ്റ്റൻ ആണ്. ഇതുപോലത്തെ തന്നെ ശരിക്കും പറഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ചിലപ്പം ഇത്ര 8-bit ഷിഫ്റ്റ് രജിസ്റ്റർ ആയിരിക്കത്തില്ല, 5 ക്ലോക്ക് പൾസസ് ആയിരിക്കത്തില്ല. ദ സെയിം ക്വസ്റ്റൻ ഹാസ് ബീൻ ആസ്ക്ഡ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ 8-bit ഷിഫ്റ്റ് രജിസ്റ്റർ ആഫ്റ്റർ 5 ക്ലോക്ക് പൾസസ്. 5 ക്ലോക്ക് പൾസസ് മാത്രം. അപ്പോൾ ഷിഫ്റ്റ് രജിസ്റ്റർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 8-bit ആണ്. സോ യു ഹാവ് ടു ഗിവ് ദ 0 0 0. ഇനിഷ്യൽ വാല്യൂ 0 0 തന്നിട്ടുണ്ട്, 8 ആണ്. That is, this is B0, this is B1, this is B2, B3, B4, B5, B6 and B7. ഓക്കെ അല്ലേ? യെസ്. അത് മാത്രമല്ല B7നെയാണ് നമ്മൾ ഡിയിലോട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയതുകൊണ്ട് പിന്നെ ഒരു കോംപ്ലിക്കേഷനും വരാൻ സാധ്യതയില്ല. ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു എക്സോർ ഗേറ്റുമായിട്ടാണ് കണക്ട് ചെയ്ത്. അതിൻ്റെ ഒരു ഇൻപുട്ട് ഓൾറെഡി 1 ആയിട്ട് ഫീഡ് ചെയ്തിട്ടുണ്ട്, റൈറ്റ്? അപ്പോൾ പ്രയർ ടു ദ ക്ലോക്ക് പൾസ് ഇനിഷ്യൽ വാല്യൂസ് ഓഫ് ദ ഷിഫ്റ്റ് രജിസ്റ്റർ ആണ്. അപ്പം നോക്കിക്കേ, ഈ ഡിയില് ഈ പറയുന്ന 0 റെഡിലി അവൈലബിൾ ആണ്. ദെൻ ആഫ്റ്റർ ദ ആപ്ലിക്കേഷൻ ഓഫ് ദ ഫസ്റ്റ് ക്ലോക്ക് എഡ്ജിന് ശേഷം ദിസ് ക്യൂ വിൽ ബിക്കം 0. അങ്ങനെ 0യും 1ഉം എക്സോർ ചെയ്യുമ്പോൾ എന്താണ്? 1 ആണ് വരുന്നത്. അപ്പൊ ഷിഫ്റ്റ് രജിസ്റ്റർ ആണ്. B0 ഉള്ള കണ്ടന്റ് B1ലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഇത് 0 വരും, B0ൽ എന്ത് വരും? 1 വരും. അപ്പൊ അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് സ്റ്റിൽ B7ൽ 0 തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ക്ലോക്ക് പൾസിന് ശേഷം ഇത്. അപ്പോൾ B7ൽ 0 തന്നെ ആയതുകൊണ്ട് ദിസ് പ്രൊസീജിയർ വിൽ ബി റിപ്പീറ്റഡ്, റൈറ്റ്? അപ്പോൾ സെക്കൻഡ് ക്ലോക്ക് പൾസിന് ശേഷം എന്ത് സംഭവിക്കും? ഇവിടെ 1 വരും, എഗെയിൻ ഇവിടെ 1, ബിക്കോസ് 0 തന്നെ ആയിരിക്കും. അപ്പോൾ 0 XOR 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പം ദ റെസ്റ്റ് ഓഫ് ദ ബിറ്റ്സ് എന്താണ്? 0 0 തന്നെ. ഇനി തേർഡ് ക്ലോക്ക് പൾസിന് ശേഷം എന്ത് വരും? ഇവിടെ 1 1 1 വരും. ഇനി ഫോർത്ത് ക്ലോക്ക് പൾസിന് ശേഷം എന്ത് വരും? 4 1s വരും. ആൻഡ് ആഫ്റ്റർ ദ ആപ്ലിക്കേഷൻ ഓഫ് ദ ഫിഫ്ത്ത് ക്ലോക്ക് പൾസ് വാട്ട് വിൽ ഹാപ്പൻ? 5 1s will be existing. എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? B7 0 ഇതായിരിക്കും കിട്ടുന്നത്. B0 B1 B2 B3 B4 B5 B6 B7. കാരണം ഫിഫ്ത്ത് ക്ലോക്ക് പൾസ് നോക്കിക്കുക, ഫോർത്ത് ക്ലോക്ക് പൾസിന് ശേഷവും B7ലെ വാല്യൂ 0 തന്നെയാണ്. സോ ദർ വിൽ ബി നത്തിങ് ചേഞ്ച്, ഓൺലി ദ ഷിഫ്റ്റിംഗ് മാത്രമായിരിക്കും മാറുന്നത്. സോ ദ ആൻസർ ഈസ് സിംപ്ലി, ഇത് കണ്ടാൽ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ, സിംപ്ലി ഇറ്റ് ഇസ് എ ക്വസ്റ്റൻ ഓഫ് 4:1 മക്സ് ആണ്. ഡയറക്ട്ലി 4 എലമെന്റ്സ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ. സിംപ്ലി y തന്നെയാണ് ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് S1 S0 നമ്മൾ y ആണ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനി വൺ ഹു റിമെമ്പർ ദിസ്, ഓക്കെ, 0 0 എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ടിൽ I0 ആയിരിക്കും ഔട്ട്പുട്ടിലോട്ട് പോകുന്നത്. വെൻ ദ സെലക്ട് ലൈൻ 0 1 ഇറ്റ് വിൽ ബി I1. വെൻ ഇറ്റ് ഇസ് 1 0 ഇറ്റ് വിൽ ബി I2 ആൻഡ് ഇറ്റ് ഇസ് 1 1 ഇറ്റ് വിൽ ബി I3, റൈറ്റ്? യെസ്. അപ്പൊ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ f of x, y, z ഈക്വൽസ് ടു സെലക്ട് ലൈൻസ് ആയിട്ട് കൊടുത്തേക്കുന്ന എക്സും സെഡും ആണ്. അത് സൂക്ഷിച്ചോണം. എക്സും സെഡും ആണ് സെലക്ട് ലൈൻസ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ആൻഡ് y എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇൻപുട്ടിലോട്ടാണ് നമ്മൾ ഫീഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് x, y, z ആണ്, റൈറ്റ്? അപ്പൊ ഡയറക്ട്ലി ഇത് ചെയ്താൽ മതി. ദാറ്റ് ഈസ് x ബാർ z ബാർ ഇൻറ്റു 1, റൈറ്റ്? ബിക്കോസ് 0 0 ആകുമ്പോഴത്തേക്കും 1 ആണ്. ദാറ്റ് ഈസ് x ബാർ z ബാർ ഡോട്ട് 1 പ്ലസ് x ബാർ z 0 1ന് 0 ആണ്, റൈറ്റ്? പ്ലസ് x z ബാർ ഇൻറ്റു 1
plus xz into y. Right, yes. That implies x bar z bar plus xz bar plus xzy ആണ്. അത് കഴിയുമ്പോഴത്തേക്ക് നോക്കിക്ക് ഇവിടെ z bar കോമൺ ആയിട്ട് എടുത്താൽ x plus x bar വരും. That is z bar plus zxy എന്ന് കൊടുക്കാം. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ നോക്കിയാൽ മതി. That is z bar plus z dot z bar plus xy. That is f of x comma y comma z എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്? z bar plus xy, which is z bar plus xy option A. Okay ആണല്ലോ, right? Okay, then again one digital question directly CMOS application ആണ്. ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ എപ്പോഴും ഈ CMOSന്റെ സർക്യൂട്ട് കാണുമ്പോൾ you have to look upon to the NMOS only. PMOSനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യം പോലില്ല. NMOS in series ആണ്. നോക്കിക്കേ, സോറി in parallel ആണ്. രണ്ട് NMOSകളുണ്ട് and they are acting in parallel. That means the output Y എന്ന് പറഞ്ഞാൽ A plus B ആയിരിക്കും. CMOS കോംപ്ലിമെന്ററി ആയിട്ടാണ്. എപ്പോഴും ഔട്ട്പുട്ട് നമുക്ക് ഇൻവേർട്ടർ ഔട്ട്പുട്ട് ആണ്. Just put the inverter. That is A plus B the whole bar എന്ന് പറയുമ്പോൾ simply C NOR gate. That's it. അടുത്തത് okay, fine. So we have completed the question from digital electronics. So far we have completed what? Analog electronics, network theory and digital electronics. എല്ലാം തന്നെ വളരെ ബുദ്ധിമുട്ടില്ല നമുക്ക് പോകാൻ പറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസിൽ നിന്നാണ്. Which is an n-type semiconductor has a linear donor concentration gradient. At x equal to 1 meter, the donor concentration, ND യുടെ concentration തന്നിട്ടുണ്ട് x equal to 1-ൽ. ഓക്കെ, എന്നിട്ട് ആ ഒരു x equal to 4 മീറ്ററിൽ ഡോണർ കോൺസെൻട്രേഷൻ ഇത്ര ആയിട്ടുണ്ട്, റെഡ്യൂസ്ഡ് ആയിട്ടുണ്ട്. Assume complete ionization so the electron concentration follows the donor concentration, whatever. Given that the electron density mu n തന്നിട്ടുണ്ട്, the thermal voltage തന്നിട്ടുണ്ട്, the electronic charge തന്നിട്ടുണ്ട്, we have to determine the electron diffusion current density. അപ്പോൾ obviously electron diffusion current density എന്ന് പറയുന്നത് the formula is simply q dn into dn by dx ആണ്. നമുക്ക് ആകെ ഇവിടെ തന്നിട്ടുള്ളത് q, the charge of the electron ആണ്. dn എന്ന് പറഞ്ഞാൽ diffusion കോൺസ്റ്റന്റും dn by dx എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റും ആണ്. സോ നമുക്ക് ഐൻസ്റ്റൈൻ റിലേഷൻ അറിയാം, dn by mu n equal to vt ആണ്. That implies dn എന്ന് പറഞ്ഞാൽ mu n into vt ആണ്. എത്ര ആണ് mu n? It's 1400. ശ്രദ്ധിച്ചോളൂ, SSDക്കകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് യൂണിറ്റ്സ് ആണ്. അത് കറക്റ്റ് ആയിട്ട് കമ്പ്യൂട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിസ്റ്റേക്സ് വരാം. അപ്പോൾ ഇറ്റ്സ് ബെറ്റർ ദാറ്റ് വൈൽ കാൽക്കുലേറ്റിംഗ്, അല്ലെങ്കിൽ നിങ്ങൾ ആ കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ തന്നെ യൂണിറ്റ്സ് ഇട്ട് പോവുക. സെന്റിമീറ്റർ സ്ക്വയർ റൈറ്റ് പെർ വോൾട്ട് സെക്കൻഡ് ഇൻറ്റു തെർമൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 25 മില്ലി വോൾട്ട് ആണ്. 25 milli volts, so you can take the calculator, and 1400 into 25, it's 35,000 ആണ് കിട്ടുന്നത്. നോക്കിക്കോളൂ, ഇറ്റ്സ് 1400 into 25, 35,000 ആണ്. 35,000 മില്ലി ഇൻറ്റു 10⁻³ വരും. അപ്പം 35,000 into 10⁻³ വരുമ്പോൾ വെറും 35 ആയി മാറും, റൈറ്റ്? അപ്പം ഈ മില്ലി വോൾട്ടിന് ഇറ്റ്സ് ബെറ്റർ ദാറ്റ് യു ഗീവ് ദിസ് ആസ് ഇവിടെ 10⁻³ ആയിട്ട് കൊടുക്കാം. അപ്പോൾ 35,000 10⁻³ സിംപ്ലി 35. ഈ വോൾട്ടും ക്യാൻസൽഡ് ആയിട്ട് ഇപ്പോൾ ഇറ്റ്സ് സിംപ്ലി സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. അപ്പോൾ നമ്മുടെ ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ 35 സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. നൗ അവർ നെക്സ്റ്റ് ടാർഗറ്റ് ഈസ് ടു ഡിറ്റർമൈൻ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആണ്. കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എന്ന് പറയുമ്പോൾ ഫൈനൽ കോൺസെൻട്രേഷൻ ഈസ് 1 into 10⁻XVI. Okay, 1 into 10⁻XVI centimeter raised to -3 minus the initial concentration is 2 into 10⁻17 per centimeter cube, and the final value is at 4 meter. Okay, I guess this question, I'm sorry, this is micrometer. Okay, students, ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ x എന്ന് പറയുന്ന മൈക്രോമീറ്ററിലാണ്, അതാണ് മീറ്റർ കണ്ടപ്പോഴത്തേക്കും ഓക്കെ അല്ലേ? യാ, അപ്പം at 4 micrometer മൈനസ് ഇറ്റ്സ് 1 micrometer. ഓക്കെ അല്ലേ? സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ യൂണിറ്റ്സ് മര്യാദയ്ക്ക് ചെയ്യുക എന്നുള്ളതാണ്, റൈറ്റ്? യെസ്. അപ്പോൾ 1 into 10⁻XVI മൈനസ് 2 into 10⁻17 ഈസ് സിംപ്ലി ഡിവൈഡഡ് ബൈ, അത് സെന്റിമീറ്റർ ക്യൂബിലാണ് കിട്ടുന്നത്. 4 minus 1 ഈസ് 3 ആണ്, ഇൻറ്റു മൈക്രോമീറ്റർ ആണ്. മൈക്രോമീറ്റർ എന്ന് പറയുമ്പോൾ 10⁻⁻6 മീറ്റർ ആണ്. അപ്പോൾ സിംപ്ലി 1 into 10⁻16, മനസ്സിലായല്ലോ? 1 into 10⁻16 എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 0.1 into 10⁻17 ആണ്. അപ്പോൾ 0.1 into 10⁻17 മൈനസ് 2 into 10⁻17 ഡിവൈഡഡ് ബൈ സെന്റിമീറ്റർ ക്യൂബ് ഇൻറ്റു 3, 10⁻⁻6 ആണ്. അപ്പോൾ ഈ 10⁻⁻6നെ നമുക്ക് 10⁻²ഉം 10⁻⁻4ഉം ആയിട്ട് കൊടുക്കാൻ പറ്റും. ബിക്കോസ് 10⁻⁻2 മീറ്റർ എന്ന് പറയുന്നത് സിംപ്ലി വാട്ട് ഇറ്റ് സെന്റിമീറ്റർ ആണ്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ 3 into
ഇവിടെ ഒരു സെന്റിമീറ്റർ വീണ്ടും വരും ഇൻറ്റു 10⁻⁻⁴. ഇൻ സച്ച് എ വി ഹാവ് ടു കാൽക്കുലേറ്റ്, റൈറ്റ്? അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും യു ഹാവ് ടു ക്ലിയർലി സീ ദിസ് 0.1 ഇൻറ്റു 10⁻17 -2 ഇൻറ്റു 10⁻17. സൂക്ഷിച്ച് നമ്മൾ ചെയ്യണം. യൂണിറ്റ്സ് ഒക്കെ മാക്സിമം നമുക്ക് യൂണിറ്റ്സ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം തന്നെ വരത്തില്ല. മീൻസ് പവേഴ്സ് ഒന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഡിവൈഡഡ് ബൈ 3 വരും. സോ ദ ആൻസർ ഈസ് സിംപ്ലി എനിക്ക് കിട്ടും. ദാറ്റ് ഈസ് -6.33 ഇൻറ്റു 10⁻20 ആണ് കിട്ടുന്നത്. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഹിയർ നത്തിങ് ഈസ് ഓൺലി cm⁻⁴. മനസ്സിലായല്ലോ? യെസ്, കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിനകത്ത് യെസ് പെർ സെന്റിമീറ്റർ ക്യൂബും ഡിസ്റ്റൻസും തന്നെയാണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ cm⁻⁴ ആണ്. ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് യു ഡോണ്ട് ഹാവ് ടു യൂസ് മച്ച് ഓഫ് ദ കാൽക്കുലേറ്റർ. ഐ ഗസ് 0.1 -2 ചെയ്യുക ഇൻറ്റു 10⁻17 ചെയ്യുക ഡിവൈഡഡ് ബൈ 10⁻⁻⁴ ആണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം 0.1 - 2, റൈറ്റ്? ദാറ്റ് ഈസ് ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഡിവൈഡഡ് ബൈ 3 ആ ഒരു കാര്യം വിട്ടുപോയി. ദാറ്റ് ഈസ് -1.9. 1.9 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ തന്നെ ഡയറക്റ്റ്ലി ആൻസർ കിട്ടിക്കോളും. 10⁻⁴ മുകളിലോട്ട് പോകും. അതാണ് SSDക്കകത്ത് എപ്പോഴും കാൽക്കുലേഷൻസ് ചെയ്യുമ്പം ദർ ഈസ് നോ നീഡ് ഓഫ് മച്ച് ഓഫ് ദ കാൽക്കുലേറ്റർ യൂസ്. Anyway, they are providing with virtual calculator. Their intention is mainly to have only logical questions, അല്ലേ? അപ്പോൾ അതിനകത്ത് കാൽക്കുലേഷൻസ് ഓബ്വിയസ്ലി കുറവായിരിക്കും. എവിടെയാണ് നിങ്ങൾക്ക് കാൽക്കുലേഷൻസ് കൂടുതൽ ഇൻറ്റൻസ് ആയിട്ട് തോന്നുന്നു, ലീവ് ദാറ്റ് ക്വസ്റ്റ്യൻ, മൂവ് ടു അതർ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? സോ നമുക്ക് ഫൈനലി ആൻസർ കിട്ടിയത് -6.33 ബിക്കോസ് ഡിഫ്യൂഷൻ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് നിങ്ങൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ലീനിയർലി ഡിക്രീസിങ്, റൈറ്റ്? യാ. അത് കഴിയുമ്പോഴത്തേക്കും എവറി പാരാമീറ്റേഴ്സ് ഹാസ് ബീൻ ഒബ്റ്റെയിൻഡ്. സോ ഡയറക്ട്ലി വി ഹാവ് ടു ഡിറ്റർമൈൻ വാട്ട് the diffusion current density. അപ്പോൾ ഡിഫ്യൂഷൻ കറണ്ട് ഡെൻസിറ്റിക്കകത്ത് നമുക്ക് JN ഡിഫ്യൂഷൻ, ഐ ഗസ് നിങ്ങളത് കാൽക്കുലേറ്റ് ഡയറക്റ്റ്ലി അങ്ങ് ചെയ്താൽ മതി. Q 1.6 ഇൻറ്റു 10⁻⁻19 ഇൻറ്റു 35 cm²/s ഡോട്ട് -6.333 into 10⁻20 divided by cm⁻⁴. Okay. But 10⁻20, 10⁻⁻19 ആണ്. Simply calculate നാത്ത് 1.6 into 35 into -6.33 ഇട്ട് കൊടുക്കുക. Then we can determine into 10⁻1. Okay അല്ലേ? അപ്പോൾ ഇത്രയും ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് you will finally getting the answer, I guess, which will be -35.44. That's it. സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ്. എല്ലാം തന്നെ തന്നിട്ടുണ്ട്, ഡയറക്റ്റ്ലി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം SSD എന്ന് പറയുമ്പോൾ ഐ എം സോറി ദിസ് ഗ്രാഫ് ഈസ് സംവാട്ട് ഹാസ് ടു ബി ബെറ്റർ. The figure shows output characteristics IC versus VC of two BJTs labeled BJT1 and BJT2 operating at the same base current. Let VA denote the early voltage. Okay, based on the graph നമുക്ക് early voltage എന്ന assumption ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ശ്രദ്ധിക്കുവാണെന്നുണ്ടെങ്കിൽ this graph has to come somewhat like this. കാരണം ഇപ്പം നമുക്ക് അതിനകത്ത് കുറച്ചും കൂടെ സ്ലോപ്പ് കുറച്ചും കൂടെ വൃത്തിക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെയും കുറച്ചും കൂടെ നമുക്ക് ഇങ്ങനെയും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് BJT1ഉം BJT2. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുമ്പം നമ്മുടെ ഈ പറയുന്ന ആ ഒരു IC വേഴ്സസ് VC ഗ്രാഫ് ഉള്ള ആ ഗ്രാഫിനെ നമ്മൾ നേരെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ, അത് നല്ല വൃത്തിക്ക് എക്സ്റ്റെൻഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച്, ഇതാണ് ഒരെണ്ണം ഇതിൻ്റെ ഗ്രാഫ്. ഇതിനെ നമ്മൾ നേരിട്ട് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ദ ഗ്രാഫ് വിച്ച് ഈസ് ഹാവിങ് മോർ സ്ലോപ്പ് വിൽ ഹാവ് ലെസ് VA. മനസ്സിലായല്ലോ? അതാണ് എപ്പോഴും ഇമ്പോർട്ടൻറ്റ്. ഇതിനകത്ത് ഒരു കൺക്ലൂഷൻ ഇത്രേ ഉള്ളൂ. കൂടുതൽ സ്ലോപ്പ് ഉള്ള ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏർലി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. നിങ്ങൾക്ക് കാണാൻ തന്നെ പറ്റും. ഇപ്പോൾ സിംപ്ലി നമ്മൾ ഇങ്ങനത്തെ ഒരു ഗ്രാഫ് എടുത്തു, ദേ ഇത് നോക്കിക്കുക. അപ്പോൾ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ VA. ഇനി കൂടുതൽ സ്ലോപ്പ് ഉള്ളതാണ് ഇത്. ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് VA കുറവാണ്. അപ്പോൾ ആർക്കാണ് സ്ലോപ്പ് കൂടുതൽ അവർക്കായിരിക്കും ലെസ് ഏർലി വോൾട്ടേജ്. അപ്പോൾ ഇവിടുന്ന് തന്നെ ക്വസ്റ്റ്യനിൽ തന്നെ കാണാം ആർക്കാണ് സ്ലോപ്പ് കൂടുതൽ, BJT1-നാണ്. ദാറ്റ് മീൻസ് VA എന്ന് പറയുമ്പം BJT1-നാണ് സ്ലോപ്പ് കൂടുതൽ. അപ്പോൾ ഓബ്വിയസ്ലി ദ ഏർലി വോൾട്ടേജ് ഓഫ് BJT1 VA1 which is obviously less than the VA2 ആണ്. അപ്പോൾ നമ്മൾ മാഗ്നിറ്റ്യൂഡ് ആണ് നോക്കുന്നത്. VA1 less than VA2. ഓക്കെ അല്ലേ? അപ്പം therefore the option C, the early voltage of VA2, കാരണം VA2ന് സ്ലോപ്പ് കുറവാണ്. ആ സ്ലോപ്പ് കുറവുള്ളതിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴാണ് ഏർലി വോൾട്ടേജ് കൂടുതൽ കിട്ടുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാത്തിനും സ്ലോപ്പ് ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഏർലി വോൾട്ടേജും ഫൈനൈറ്റേ ആവത്തുള്ളൂ. ഇഫ് സ്ലോപ്പ് 0,
സ്ലോപ്പ് 0 ആകുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഏർലി വോൾട്ടേജ് ഇൻഫൈനൈറ്റ് കിട്ടുന്നത്. ഇവിടെ there is no possibility for clearly you can observe the slope is not at all at 0 value. Therefore എന്താണ് നമ്മുടെ ഈ ഏർലി വോൾട്ടേജുകളും ഫൈനൈറ്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. അപ്പൊ നോക്കിക്കേ, ഇതൊരു മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ആണ്. VA1 is infinitely large. Wrong. VA2 is finitely large. Correct. VA1 less than VA2 and VA1 greater than VA2. So the answer is B and C. Clearly എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ? Yes. So moving on to another question from SSD. For a PN junction diode operating under forward bias, applied voltage, forward voltage is 2 volt. Determine the possible values of the separation between the Fermi levels ആണ്. അപ്പോൾ നോക്കിക്കേ, under equilibrium the Fermi levels, both P side and N side Fermi levels aligned ആയിരിക്കും. പക്ഷേ when under bias condition the Fermi levels will be different and the difference will be calculated based on the applied voltage. Okay ആണല്ലോ? അപ്പോൾ applied voltage directly തന്നിട്ടുണ്ട് 2 volt ആണെന്ന്. പക്ഷേ നമ്മുടെ Fermi level നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് in terms of electron volt ആയതുകൊണ്ട് the answer will be directly 2 electron volt. Okay, right. Now the next question is, which of the following is a dominant transport mechanism responsible for current flow during Zener breakdown in PN junction? Zener breakdown എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, Zener breakdown PN junction diode സംഭവിക്കണമെന്നുണ്ടെങ്കിൽ the diode should be heavily doped and the depletion region width will be very very small. ആ സമയത്താണ് നമ്മൾ ഈ Zener breakdown നടത്തണമെന്നുണ്ടെങ്കിൽ we have to apply strong electric field. അപ്പോൾ strong electric field എന്താ സംഭവിക്കുന്നത്? Electrons will be tunneling. അത് കാരണമാണ് the minority charge carriers will be tunneling. അതുകൊണ്ടാണ് intense current flow. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ Zener breakdown in PN junction diode മെയിൻ കാരണക്കാരൻ the tunneling ആ ഒരു കാര്യമാണ്. ഓക്കെ അല്ലേ? യെസ്, tunneling റെസ്പോൺസ് ആണ്. ഫൈൻ. ദെൻ കംസ് അബൌട്ട് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം. ഓക്കെ ആണോ? യെസ്. അപ്പോൾ നമ്മുടെ SSDക്ക് അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഐ ഗസ് ഒരു ക്വസ്റ്റ്യനും കൂടെ കിട്ടിയിട്ടുണ്ട്, ബട്ട് അതിനകത്ത് പാരാമീറ്റേഴ്സിൽ കുറച്ച് വ്യത്യാസങ്ങൾ, എന്തൊക്കെയോ കൺഫ്യൂഷൻസ് അതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അത് മെമ്മറി ബേസ്ഡ് ആണല്ലോ. അപ്പം നമുക്ക് കറക്റ്റ്ലി ആ ഒരു കൺക്ലൂഷനിലോട്ട് എത്താൻ പറ്റിയിട്ടില്ല. സോ നെക്സ്റ്റ് വീക്കോട് കൂടി കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ റിലീസ് ആവും. സോ യു ക്യാൻ സീ ദാറ്റ്. ദെൻ കംസ് അബൌട്ട് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം ആണ്. സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ചെയ്യാനുള്ളത് നമ്മുടെ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ തന്നെയാണ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ദ സിഗ്നൽ എക്സ് ഓഫ് ടി തന്നിട്ടുണ്ട്. വാട്ട് എവർ ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ എനർജി. ഇ എന്ന് പറയുമ്പോൾ എനർജി ആണ് തന്നിട്ടുണ്ട്. ഇ എക്സ് ഓഫ് ടി ഡിവൈഡ് ബൈ ഇ 3x ഓഫ് മൈനസ് 3t പ്ലസ് 5. ഓക്കെ അല്ലേ? സോ എക്സ് ഓഫ് ടി എന്നുള്ള സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ എനർജീനെ നമ്മൾ ഇ ആയിട്ട് ഡിനോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ഓഫ് ടി പ്ലസ് 5 ടൈം ഷിഫ്റ്റ് ഒരിക്കലും എനർജീനെ ബാധിക്കത്തില്ല. എനർജി വിൽ ബി ഇൻഡിപെൻഡന്റ് ഓഫ് ദ ടൈം ഷിഫ്റ്റ് ആണ്. സോ give it as E itself. Then E of minus 3t plus 5. ആ സമയത്ത് എനർജി എന്ന് പറയുന്നത് മോഡ് ഓഫ് ആ സ്കെയിലിംഗ് ഫാക്ടറിന്റെ മോഡുലസ് ആയിരിക്കും. E ഡിവൈഡഡ് ബൈ മോഡ് ഓഫ് ദാറ്റ് സ്കെയിലിംഗ് ഫാക്ടർ ആയിരിക്കും. അപ്പം E ഓഫ് മൈനസ് അതാണ് E ഡിവൈഡ് ബൈ മൈനസ് ഓഫ് മോഡ് 3 വിച്ച് ഇസ് സിംപ്ലി E ബൈ 3. റൈറ്റ്? അത് കഴിയുമ്പോൾ 3 ടൈംസ് ആണ്. 3 ടൈംസ് ഓഫ് എക്സ് ഓഫ് മൈനസ് 3t പ്ലസ് 5 ആണ്. അപ്പോൾ നോക്കിക്കേ, ഒരു കോൺസ്റ്റന്റ് കൊണ്ടാണ് നമ്മൾ സിഗ്നലിനെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുമ്പോഴത്തേക്കും മോഡ് ഓഫ് 3 സ്ക്വയർ, മോഡ് ഓഫ് കെ സ്ക്വയർ ഇൻറ്റു ദ പ്രീവിയസ് എനർജി ആണ്. അപ്പോൾ 3 സ്ക്വയർ 3 ദാറ്റ് മീൻസ് 3e. പുതിയ എനർജി എന്ന് പറയുമ്പോൾ 3 ടൈംസ് ഓഫ് ആണ്. അപ്പോൾ നമ്മളോട് റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പഴയ എനർജി ടു ദ പുതിയ എനർജിയാണ്. ദാറ്റ് മീൻസ് ആ റേഷ്യോ എന്ന് പറയുമ്പോൾ എനർജി ഓഫ് ദ സിഗ്നൽ എക്സ് ഓഫ് ടി എന്ന് പറയുമ്പോൾ സിംപ്ലി ഇ ആയിരുന്നു. ന്യൂ സിഗ്നലിന്റെ എനർജി 3 ടൈംസ് ഓഫ് ഇ ആണ്, വിച്ച് ഈസ് സിംപ്ലി ഈക്വൽ ടു 1/3 ആണ്. 1/3നെ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 0.33 കിട്ടും. ഓക്കെ, യെസ്. Now the next question is discrete time signal is described by the reference equation where the input is. Okay, നമ്മുടെ ആ ഒരു സിസ്റ്റത്തിന്റെ കാര്യമാണ്. സിസ്റ്റം സ്റ്റേബിൾ ആണോ കോസൽ ആണോ അങ്ങനത്തെ ഒരു കാര്യമാണ്. സോ അത് കണ്ടുപിടിക്കണം. സിസ്റ്റത്തിന്റെ ആ സിസ്റ്റം സ്റ്റേബിൾ ആണോ കോസൽ ആണോ അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടുപിടിക്കണമെന്നുണ്ടോ ഒബ്വിയസ്ലി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? യെസ്, എച്ച് ഓഫ് സെഡ് കണ്ടുപിടിക്കണം. വൈ ഓഫ് എന്നും എക്സ് ഓഫ് എന്നും മാത്രം തന്നിട്ടുള്ളൂ. വി ഹാവ് ടു ഡിറ്റർമൈൻ ദ എച്ച് ഓഫ് സെഡ്. അപ്പം നമുക്ക് ആദ്യമേ ഈ ഒരു ക്വസ്റ്റ്യനെ എടുക്കാം. Is y of n equal to 5/6 y of n minus 1 minus 1/6 y of n minus 2 and plus x of n ആണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പം y of z equals to 5/6 into z raised to minus 1. യെസ്, y of z minus 1/6 z raised to minus 2. ഡയറക്ട്ലി z ട്രാൻസ്ഫോം ആണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഡയറക്ട്ലി എച്ച് ഓഫ് സെഡ് കണ്ടുപിടിച്ചാൽ മതി. y of z ബൈ എക്സ് ഓഫ് സെഡ് ആണ്. അപ്പം y of z ഡു നോട്ട് മേക്ക് എനി മിസ്റ്റേക്സ്. 1 minus 5/6 z പവർ ഓഫ് minus 1
plus 1 by 6 z power of minus 2 equal to x of z. That implies h of z equals to 1 divided by 1 minus 5 by 6 z raised to minus 1 plus its phi of n equal to 5 by 6 and minus plus 1 by 6 z power of minus 2. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 1 minus 1 by 3 of z power of minus 1 into 1 minus 1 by 2 z power of minus 1. നോക്കിക്കേ 1 minus 1 by 2 z power of minus 1 minus 1 by 3 z power of minus 1 yes into 1 by 3 into minus 1 by 3 into minus 1 by 2 is 1 by 6 z power of minus 2. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. Then applying the partial fractions, അപ്പം h of z എന്ന് പറയുന്നത് a divided by 1 minus 1 by 3 z power of minus 1 plus b divided by 1 minus 1 by 2 z power of minus 1. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ഒരു എച്ച് ഓഫ് സെഡ് കിട്ടിക്കഴിഞ്ഞു. സോ ഫ്രം ദിസ് യു ക്യാൻ ഡിറ്റർമൈൻ ദാറ്റ് നമ്മുടെ പോൾസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 1 by 3യും 1 by 2 ആണ്. അപ്പം വെൻ വി ആർ മൂവിങ് ഓൺ ടു ദ ആർ ഒ സി റീജിയൻ ഓഫ് ഇൻട്രസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് ദർ ആർ 3 പോസിബിലിറ്റീസ് ആണ് അല്ലേ? നമ്മൾ ആർ ഒ സി നോക്കുമ്പോൾ നമുക്ക് 3 പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്ന് മോഡ് സെഡ് ലെസ് ദാൻ 1 by 3 നോക്കാം, യെസ്. ഒന്ന് മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ 1 by 3 ലെസ് ദാൻ 1 by 2 നോക്കാം, ആൻഡ് മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ 1 by 2. ഈ 3 പോസിബിലിറ്റീസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പം നോക്കിക്കേ, നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടോ? എച്ച് ഓഫ് സെഡ് കണ്ടോ? യെസ്, ഇൻ ദിസ് ഫോമാറ്റിലാണ്. ആൻഡ് മോഡ് സെഡ് ലെസ് ദാൻ 1 by 3 ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും നോക്കിക്കോ, നമുക്ക് എച്ച് ഓഫ് എൻ നമ്മുടെ ഇമ്പൾസ് റെസ്പോൺസിനെ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, മൈനസ് ഓഫ് എ ഇൻറ്റു 1 by 3 raised to n into u of minus n minus 1 minus b into 1 by 2 raised to n u of minus n minus 1. You know about this in signal system. ROC നോക്കിക്കാൻ നമ്മുടെ സിസ്റ്റം റെസ്പോൺസ് 1 by h of z എന്ന് പറയുന്നത് നമ്മുടെ z ഡൊമൈൻ z ഡൊമൈനിൽ എന്ന് പറയുമ്പോൾ 1 minus 1 by 3 z power of minus 1 അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ കിടക്കുന്നുണ്ടെങ്കിൽ ആൻഡ് മോഡ് z is less than 1 by 3 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്പൾസ് റെസ്പോൺസിനെ ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മൈനസ് ഓഫ് n minus 1 ആണ്, റൈറ്റ്? അപ്പോൾ that means h of n is 0 for n greater than 0. You can clearly see that means the system is ആന്റികോസൽ. ഓക്കെ അല്ലേ? യെസ്. അപ്പം നോക്കിക്കേ, ആന്റികോസൽ ആണ്. അത് മാത്രമല്ല മോഡ് സെഡ് ലെസ് ദാൻ 1 by 3 ആണ്. ദാറ്റ് മീൻസ് ആർ ഒ സി ഇസ് നോട്ട് ക്രോസിംഗ് ദ യൂണിറ്റ് സർക്കിൾ. അപ്പം അത് ആന്റികോസൽ ആണെന്നുണ്ടെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ആന്റികോസൽ ദെൻ ദ സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ. ഇപ്പൊ നോക്കിക്കേ, മോഡ് സെഡ് ലെസ് ദാൻ 1 by 3 ആണ്. വെൻ വി ആർ മേക്കിംഗ് ദ യൂണിറ്റ് സർക്കിൾ ഇത് 1 by 3 ആയിട്ടും ഇത് 1 by 2 ഇത് 1 ആണ്. 1 by 3 ഈ ഒരു റീജിയനെയാണ് നോക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ക്രോസിംഗ് ദ യൂണിറ്റ് സർക്കിൾ. ഓബ്വിയസ്ലി ദ സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ. അപ്പം ആന്റികോസൽ ആണെന്നുണ്ടെങ്കിൽ അൺസ്റ്റേബിൾ ആണ്. Okay, unstable if anticosal. Enough? No, we have to check upon. I guess this is a multi-select question ആണ്. അപ്പം നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ 1 by 2 ആൻഡ് ലെസ് ദാൻ 1 by 2 ഇതൊരു ഡബിൾ സൈഡഡ് സിഗ്നൽ ആണ്. അപ്പോൾ ഡബിൾ സൈഡഡ് സിഗ്നൽ വരുമ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ യു കൻ ഒബ്സർവ് ദാറ്റ് എച്ച് ഓഫ് എൻ ദ സാമ്പിൾസ് വിൽ ബി ബോത്ത് ഇൻ ലെഫ്റ്റ് സൈഡ് ആൻഡ് റൈറ്റ് സൈഡിലും. എച്ച് ഓഫ് എൻ ലെസ് ദാൻ 0യിലും കാണും, എച്ച് ഓഫ് എൻ ഫോർ എൻ ഗ്രേറ്റർ ദാൻ 0യിലും കാണും. ദാറ്റ് ഇംപ്ലൈസ് ദിസ് ഇസ് നോൺ കോസൽ. ഓക്കെ ആണല്ലോ? യെസ്, നോൺ കോസൽ. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ മോഡ്സ് ആർ ഗ്രേറ്റർ ദാൻ 1 by 3 ആൻഡ് ലെസ് ദാൻ 1 by 2. അഗെയിൻ ഗ്രേറ്റർ ദാൻ, ഇപ്പൊ ഇതൊരു യൂണിറ്റ് സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഇത് 1 by 3 ഇത് 1 by 2 ആണെന്നുണ്ടെങ്കിൽ ദിസ് റീജിയൻ, ഈ ഒരു റീജിയനെയാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായാലും? ഈ ഒരു റീജിയൻ ആണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് സ്റ്റിൽ നോട്ട് ക്രോസിംഗ് ദി യൂണിറ്റ് സർക്കിൾ, സോ നോൺ കോസൽ ആൻഡ് അൺസ്റ്റേബിൾ, റൈറ്റ്? യെസ്. Then comes about നമുക്ക് നോക്കാം നോൺ കോസൽ ആൻഡ് അൺസ്റ്റേബിൾ. അൺസ്റ്റേബിൾ ഇഫ് നോൺ കോസൽ. ഓക്കെ, ഫൈൻ. Then മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ 1 by 2. അപ്പോൾ മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ 1 by 2 നമ്മുടെ എച്ച് ഓഫ് സെഡ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ 1 by 2 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എച്ച് ഓഫ് എന്നെ നമ്മൾ എങ്ങനെ ആയിരിക്കും വരുന്നത്? എ ഇൻറ്റു 1 by 3 raised to n u of n plus b into 1 by 2 raised to n u of n ആണ് when mod z greater than 1 by 2. അപ്പം obviously നിങ്ങൾക്ക് കാണാം h of n samples h of n equal to 0 for n less than 0 ആണ്, right? എല്ലാവരും നോക്കിക്കേ, h of n equal to 0 for n less than 0. That implies the system is causal and you have to check that modes are greater than 1 by 2. It is crossing the unit circle, so obviously the system is stable. അപ്പം നമ്മൾ ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേബിൾ ഇഫ് കോസൽ. അപ്പോൾ എ ബി ഡി 3 ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഇങ്ങനെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം ലെങ്തി ക്വസ്റ്റൻ ആണ് ഫോർ ഒബ്സർവേഷൻ, റൈറ്റ്? യെസ്. Now it is given that
Next question from signals and system. The signal is given by x of t equal to u of t minus 2 is convoluted with the t of u of t. Find the Laplace transform of x of t ആണ്. സിമ്പിൾ ആണ്. നമുക്കറിയാം ടി യു ഓഫ് ടി എന്ന് പറയുമ്പം ആർ ഓഫ് ടി ആണ്. അപ്പൊ ഈ ആർ ഓഫ് ടി വെൻ കൺവല്യൂട്ടഡ് വിത്ത് യു ഓഫ് ടി, വാട്ട് ഈസ് ദാറ്റ്? എ പാരാബോളിക് സിഗ്നൽ. യെസ്. അതുപോലെ തന്നെ ആർ ഓഫ് ടി വെൻ കൺവല്യൂട്ടഡ് വിത്ത് യു ഓഫ് ടി മൈനസ് ടു എന്ന് പറയുമ്പോൾ പി ഓഫ് ടി മൈനസ് ടു ആണ്. റൈറ്റ്? യാ. അപ്പം നിങ്ങൾക്കറിയാം വെൻ ഇൻ ദ കേസ് ഓഫ് പാരാബോളിക് സിഗ്നൽ നമ്മൾ അവരുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നോക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് സിംപ്ലി 1/s3. ഓക്കെ, യെസ്. പി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ 1/s3 ആണ്. അപ്പൊ ഈ പാരാബോളിക് സിഗ്നൽ വിത്ത് ടൈം ഷിഫ്റ്റ് ടി മൈനസ് 2 എന്ന് പറയുമ്പം വിച്ച് ഈസ് സിംപ്ലി പി ഓഫ് എസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2s ആണ്. കാരണം ടൈമിലാണ് ഷിഫ്റ്റ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ പി ഓഫ് എസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2s. എന്താണ് പി ഓഫ് എസ്? സിംപ്ലി 1/s3 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2s. ഓപ്ഷൻ സി, ഇ റേസ് ടു മൈനസ് 2s by s3. Okay. Then consider another signal. Okay, this is somewhat a good question. The signal is given by x of t equal to e raised to minus 2t for t greater than or equal to 0 and 0 for t less than. If 99% of the total energy of the signal is contained within a bandwidth of b kilohertz, then determine the value of b. ആണ്. b എന്ന് പറയുമ്പോൾ നമ്മുടെ ബാൻഡ്വിഡ്ത്ത് ആണ്. അപ്പോൾ ബേസിക്കലി ഇത് എനർജി കൺസെപ്റ്റ് ആണ്. അപ്പോൾ ഓബ്വിയസ്ലി പാർസീവൽസ് തിയറം എന്ന് പറയുമ്പോൾ ദ എനർജി ഇൻ ടൈം ഡൊമൈൻ വിൽ ബി ഈക്വൽ ടു ദ എനർജി ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ ആണ്. അത് മാത്രമല്ല, ആൻഡ് ഹിയർ ഇറ്റ് വിൽ ബി ബെറ്റർ ടു യൂട്ടിലൈസ് നമ്മൾ ഫ്രീക്വൻസി എഫിനെ നമുക്ക് ഇറ്റ്സ് ബെറ്റർ ആംഗുലർ ഫ്രീക്വൻസി മോഡിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആംഗുലർ ഫ്രീക്വൻസി മോഡിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ദ എനർജി ഇൻ 2πb എന്ന് കൊടുക്കുന്നു. വൈ? ബിക്കോസ് അവർ സിഗ്നൽ ഇസ് ബാൻഡ് ലിമിറ്റഡ്. നോക്കിക്കേ, നമ്മൾ പാർസീവൽസ് തിയറം പ്രകാരം the energy in time domain, that is integral of minus infinity to infinity mod of x of t the whole square dt will be equal to 1/2 pi integral of minus infinity to plus infinity mod of x of omega the whole square d omega. This is the Parseval's theorem, right? Yes. But you have to understand one thing is that the total energy of the signal is contained within a bandwidth. ആ ഒരു b bandwidthനുള്ളതാണ് maximum energy occupied at. That means this is a band limited signal. So that effect has to be included in the energy thing also, right? ആ ഒരു Parseval's theorem we have to include that concept because most of the energy is located within this band limited. Within this bandwidth minus b തൊട്ട് plus b വരെ. Therefore 1/2 pi integral of minus of 2 pi b to plus 2 pi b magnitude of x of omega the whole square d omega will be equal to integral of minus infinity to plus infinity mod of x of t the whole square dt. ഇതിനകത്ത് ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ എഫക്റ്റിൽ വരുന്നത്, റൈറ്റ്? അപ്പോൾ 1/2 pi integral of you can understand that minus infinity. Before moving on to the integration, x of t എന്ന് പറയുന്നത് e raised to minus 2t for t greater than or equal to 0 ആണ്. That is x of t എന്ന് പറയുന്നത് e raised to minus 2t u of t ആണ്. And x of omega you can simply determine this 2 plus j omega. Right? അപ്പോൾ x of t the whole square എന്ന് പറയുമ്പോഴത്തേക്കും mod of x of t the whole square എന്ന് പറയുമ്പോൾ e raised to minus 4t ആണ്. And its limit will be from 0 to infinity only. Right? Because നമുക്കറിയാം u of t ആണ്. Right? And one thing is that 1 by mod of x of omega the whole square എന്ന് പറയുമ്പോൾ 1 plus omega square plus 4 ആണ്. അപ്പം ഇതൊരു ഈവൻ സിഗ്നൽ ആണ്. സോ ദാറ്റ് നമുക്ക് മൈനസ് 2πb പ്ലസ് 2πb വേണ്ട 2 ടൈംസ് നമുക്ക് അതിനാക്കാൻ പറ്റും. Therefore Parseval's theorem എടുക്കുവാണെങ്കിൽ 2/2 pi integral of 0 to 2πb 1 by omega square plus 4 d omega equal to integral of 0 to infinity e raised to minus of 4t dt. ഓക്കെ, അപ്പം ഇത് ഡയറക്ട്ലി കമ്പ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആൻസർ കിട്ടാൻ പോകുന്ന ബി എന്ന് പറയുമ്പോൾ ഫൈനലി ബിക്കോസ് ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് ടൈം കൺസ്യൂമിങ് വി ഡോണ്ട് വോണ്ട് ടു വേസ്റ്റ് ദാറ്റ് മച്ച് ടൈം ഹിയർ 63.56 by pi ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. സോ ഫ്രം ദ ഓപ്ഷൻ നോക്കിക്കേ ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് കിട്ടുന്നത് ബിക്കോസ് 63.56 അല്ല, അപ്പോൾ 63 to 64 ഇടയ്ക്കായിട്ടാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? സോ യു ജസ്റ്റ് ഗോ ത്രൂ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? അത്രയും അത്യാവശ്യം ചെയ്യാനുണ്ട്, അതർവൈസ് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് എ മോഡറേറ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ്? Then moving on to the another question is impulse response of an LTI system is given by h of t equal to e raised to minus 2t u of t. The system is causal and stable, causal and unstable, causal and stable. So നോക്കിക്കേ ഈ ക്വസ്റ്റ്യൻ ഡയറക്ട്ലി h of
t equal to e raised to minus 2t u of t ആണ്. That means h of t equal to 0 for t less than 0. Therefore, the system is absolutely causal. And the system is integrable, absolutely integrable. That means നമ്മുടെ system stable ആണ്. Okay അല്ലേ? Integrable ആണ്. അതുപോലെ തന്നെ h of t equal to 0 for t less than 0 ആണ്. Therefore, the option is B. That's it. Okay, fine. So we have completed the signals and system 2. So now we are moving on to the mathematics section. നമുക്ക് മെട്രിക്സ് വന്നിട്ടുണ്ട്. If determinant of matrix is not equal to 0, which of the following is correct? അപ്പോൾ ബേസിക്കലി ഇതിനകത്ത് എങ്ങനെയാ സംഭവം എന്ന് വെച്ചാൽ യു ഡോണ്ട് നീഡ് ടു കാൽക്കുലേറ്റ് എവറിത്തിങ്. 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഈസി മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് ഡയറക്ട്ലി ഗിവ് ഓൺ ടു ദ ഓപ്ഷൻസ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ബി ഒന്ന് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ തിങ്ക് അബൌട്ട് ദിസ് 2 1 1 1 3 0 -1 1/2 ആൻഡ് 1/2. എന്നിട്ട് ദ മെട്രിക്സ് എം ഇങ്ങനായി. എന്നിട്ട് ഇനി നമ്മൾ ഡിറ്റർമിനന്റ് ഓഫ് എം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ദറ്റ് ഈസ് 2 into 3 into 1/2, that is 3/2 minus 0, okay, minus 1, which is 1/2 plus 3, and plus 1 is 1 second 1/2 plus 3. കണ്ടോ ഇവിടെ 1/2 plus 3 അല്ല. നിങ്ങൾ നോക്കണം കേട്ടോ ഏതിനൊക്കെയാണ് നോട്ട് ഈക്വൽ ടു 0 കിട്ടുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓപ്ഷൻ ബി, ഇറ്റ്സ് സി ഓൺലി ഗിവൺ, ബട്ട് considered as option B, -1 of 1 into 1/2 plus 1 into 1/2 plus 3 ആണ്. അപ്പോൾ ഒബ്വിയസ്ലി 2 ഉം 2 ക്യാൻസൽ ആയി പോയി 3 വരും, -1/2 വരും. 1/2 plus 3 ഇറ്റ്സ് 3.5 ആണ് അല്ലേ. 1/2 എന്ന് പറഞ്ഞാൽ 0.5 plus 3 ദാറ്റ് ഈസ് 7/2 വരും. യെസ്, പ്ലസ് 7/2 വരും. ദാറ്റ് ഈസ് 7 minus 1 എന്ന് പറയുന്നത് ഓബ്വിയസ്ലി എന്താണ് 6 ആണ്. 6/2 എന്ന് പറയുന്നത് 3 ആണ്. 3 plus 3 എന്ന് പറയുന്നത് 6 ആണ്. 6 is not equal to 0. Therefore, this option and this option നിങ്ങൾക്ക് വേഗം ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ കൂടുതൽ കൺഫ്യൂഷനിലോട്ട് പോവാ. ഡയറക്റ്റ്ലി ഓപ്ഷൻസ് ഇട്ട് കൊടുത്ത് ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു റിസൾട്ട് നമുക്ക് കിട്ടും, ഒരു റിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി കിട്ടും. ആ എ ആൻഡ് ബി റിലേഷനകത്തോട്ട് ഓരോ ഓപ്ഷൻസ് ഇട്ട് കൊടുത്താലും മതി. യു ക്യാൻ ഗെറ്റ് ദ ആൻസർ, റൈറ്റ്? യെസ്. Now next is a double integral ആണ്. ഓക്കെ അല്ലേ? നോക്കിക്കേ, ഇന്റഗ്രൽ ഓവർ ദ റീജിയൻ ആർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ -1 dx dy. അപ്പോൾ ആർ ഒരു സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഡബിൾ ഇന്റഗ്രൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു dx dy ആൻഡ് -1 ഓഫ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ dx dy ആണ്. അപ്പം നോക്കിക്കേ, ഡബിൾ ഇന്റഗ്രൽ dx dy എന്ന് പറയുന്നത് സിംപ്ലി ദ ഏരിയ ഓഫ് ദ സ്ക്വയർ ആണ്. അപ്പോൾ ഏരിയ ഓഫ് ദ സ്ക്വയർ എന്ന് പറയുന്നത് ക്ലിയർലി ഇത് 1 ആണ്, ഇത് 1 ആണ്, ഇത് -1 ആണ്. സോ ഏരിയ ഓഫ് ദ സ്ക്വയർ ഈസ് സിംപ്ലി ദ സ്ക്വയർ ഓഫ് ദ സൈഡ്സ് ആണ്, എ സ്ക്വയർ ആണ് അല്ലേ. ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും എ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് 1, ഇവിടുത്തെ ഈ പറയുന്ന വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 1ഉം ഈ പറയുന്ന ഹൊറിസോണൽ ഡിസ്റ്റൻസ് 1ഉം ആണ്. നമുക്ക് പൈതഗോറസ് വെച്ചിട്ട് √2 കിട്ടും. അപ്പോൾ ദാറ്റ് ഈസ് സിംപ്ലി √2 ഇൻറ്റു √2 എന്ന് പറഞ്ഞാൽ 2 കിട്ടും. ഏരിയ ഓഫ് ദ സ്ക്വയർ കിട്ടും. അപ്പോൾ നമുക്ക് ഇത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഡബിൾ ഇന്റഗ്രലിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഈ ഒരു റീജിയനെ ഇവിടുത്തെ ഒരു സ്ട്രിപ്പ് എടുക്കാം, അടുത്തൊരു വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കാം. 0 to 1 ഒരു റീജിയനും 1 to 2 ഒരു റീജിയനാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പും കൺസിഡർ ചെയ്തു, ഇതിനകത്ത് ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പും കൺസിഡർ ചെയ്തു. അപ്പോൾ ഡബിൾ ഇന്റഗ്രൽ എക്സിൻ്റെ വാല്യൂ 0 തൊട്ട് 1 വരെ, യെസ് 0 തൊട്ട് 1 വരെ, ആൻഡ് വൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -x to +x വരെ. ഹൗ യു ഒബ്റ്റെയിൻ? നിങ്ങൾക്ക് ഡയറക്ട്ലി ഇതിനകത്തുനിന്ന് നമ്മുടെ സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ വാല്യൂസും കിട്ടും. എന്നിട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു dx dy പ്ലസ് ഡബിൾ ഇൻറ്റഗ്രൽ എക്സിൻ്റെ വാല്യൂ 1 to 2 ആണ്. വൈൻ്റെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും നോക്കിക്കേ, x - y = 2 ഇങ്ങനെ ഇക്വേഷൻ കിട്ടിക്കോളും. യു ക്യാൻ ഒബ്സർവ് ദിസ് ഇക്വേഷൻ. ശരിക്കും പറഞ്ഞാൽ വൈൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ x - 2 വരും. ആൻഡ് ഇവിടെ എന്ന് പറയുമ്പോൾ വൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 - x വരും. അപ്പോൾ ഇവിടെ 2 - x വരും, ഇത് -2 + x ആണ്. അപ്പോൾ ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, y equal to -2 - x into x square plus y square. I'm sorry, x square plus y square into dx dy. എന്നിട്ട് ഈ -2. So after calculating this, you will get the final answer approximately somewhat related to 0.61. Okay, ഇതാണ് calculation procedure. Okay. So next question is the value of the closed integral z square plus z plus 4 the whole square divided by z - 1 to z - 2
dz, that is f of z, where c is a contour, z minus 2 minus I equal to 1/3. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ചാൽ ഇതൊരു ക്ലോസ്ഡ് റീജിയൻ ആണ്. യെസ്, ഇതൊരു ക്ലോസ്ഡ് റീജിയൻ ആണ്. അതിനകത്ത് ലെറ്റ്സ് ഡ്രോ എ സർക്കിൾ, റൈറ്റ്? യെസ്. അപ്പോൾ ഈ ഒരു ക്ലോസ്ഡ് റീജിയൻ ആണ്. അതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 1/3 ആണ്. ആൻഡ് ദ സർക്കിൾ ഈസ് സെൻറ്റേർഡ് അറ്റ്, നോക്കിക്കോ, ഈ സർക്കിൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്കൊരു കൺഫ്യൂഷൻ വരും. ലെറ്റ്സ് ഗീവ് നമുക്ക് ഈ ഒരു ഇങ്ങനെ വരയ്ക്കണ്ട, ജസ്റ്റ് സിംപ്ലി നമുക്കൊരു സർക്കിൾ നോക്കാം, റൈറ്റ്? എന്നിട്ട് ഈ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 1/3 ആൻഡ് സർക്കിൾ ഈസ് സെൻറ്റേർഡ് അറ്റ് z ഈക്വൽസ് ടു 2 + I ആണ്. ഓക്കെ അല്ലേ? റൈറ്റ്. അപ്പം ഫ്രം ദ എഫ് ഓഫ് z യു ക്യാൻ ഒബ്സർവ് ദാറ്റ് ദ വാല്യൂ ഓഫ് z എന്ന് പറഞ്ഞാൽ പോൾസ് എന്ന് പറഞ്ഞാൽ I and 2 ആണ്, റൈറ്റ്? എന്നിട്ട് വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് z equal to I and 2 in this region. അപ്പോൾ എന്ത് സംഭവിക്കും? z equal to I ആണെന്നുണ്ടെങ്കിൽ mod of I minus 2 minus I. അപ്പോൾ ഈ I യും ക്യാൻസൽ ആയി പോയി. mod minus 2 which is 2 which is obviously greater than 1/3 എന്ന് പറഞ്ഞാൽ z equals to I will be outside this region, right? അതുപോലെ തന്നെ when we are computing z equals to 2 ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 2 minus 2 minus I, 2 ഉം ക്യാൻസൽ ആയി പോവും. ആൻഡ് ദ മോഡ് ഓഫ് I എന്ന് പറഞ്ഞാൽ 1 ആണ്, വിച്ച് ഈസ് ഒബ്വിയസ്ലി ഗ്രേറ്റർ ദാൻ 1/3 ആണ്. അപ്പോൾ ദീസ് ബോത്ത് ദ പോയിന്റ്സ് ഇൻ ദ എഫ് ഓഫ് സെഡിനകത്ത് രണ്ട് പോൾസും ഐയും 2 എന്ന് പറയുമ്പോൾ ഔട്ട്സൈഡ് ദ റീജിയൻ ആണ്, ഔട്ട്സൈഡ് ദ കോണ്ടൂർ ആണ്. സോ we can directly apply the Cauchy's integral theorem. That means integral of f of z dz എന്ന് പറഞ്ഞാൽ 0 ആണ്, കാരണം outside the region ആണ്, outside the contour ആണ്. So obviously directly the answer will be 0. Okay, right. Then comes about, okay, ഇതൊരു സീരീസിന്റെ ക്വസ്റ്റൻ ആണ്. എസ് എന്ന് പറയുമ്പോൾ സിഗ്മ 1 സീരീസ് സിഗ്മ n equal to 1 to infinity n square by 2n. I guess it's n square by 2 raised to n. Okay അല്ലേ? 2 raised to n and another series. നമുക്ക് ഡിറ്റർമൈൻ ചെയ്യുന്നത് വെദർ ദ സീരീസ് ഇസ് കൺവേർജൻ ആൻഡ് ഡൈവേർജൻ ആണ്. അപ്പം ആദ്യത്തെ എസ് എ എന്ന് പറയുന്നത് സിഗ്മ n equal to 1 to infinity n square by 2 raised to n ആണ്. മീൻസ് സമ്മേഷൻ n square by 2 raised to n ഫ്രം n equal to 1 to infinity ആണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ a of n plus 1 divided by an, it is to find out the ലിമിറ്റ്. മനസ്സിലായല്ലോ? ഈ ഒരു റേഷ്യോയുടെ ലിമിറ്റ് കണ്ടുപിടിക്കലാണ് നമ്മൾ റേഷ്യോ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബേസിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ n എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഈ ഒരു എലമെന്റ് ഇത് രണ്ടുപേരുടെയും റേഷ്യോ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിനകത്ത് n എന്ന് പറയുന്നത് വി ഹാവ് ടു കമ്പ്യൂട്ട് ഫ്രം അവർ ക്വസ്റ്റ്യൻ. n എന്ന് പറഞ്ഞാൽ n square by 2 raised to n ആണ്. ആൻഡ് സിമിലർലി n plus 1 എന്ന് പറഞ്ഞാൽ n plus 1 the whole square divided by 2 raised to n plus 1 ആണ്, റൈറ്റ്? യെസ്. എന്നിട്ട് നമുക്ക് ഇത് രണ്ടിനെയും ഡിവൈഡ് ചെയ്യാം. മീൻസ് നമുക്ക് ഇതിന് റേഷ്യോ എടുക്കാം. n plus 1 എന്ന് പറഞ്ഞാൽ n plus 1 the whole square divided by 2 raised to n plus 1 divided by an ആണ്. അപ്പോൾ 2 raised to n ന്യൂമറേറ്ററിലും പോവും ആൻഡ് n square ഡിനോമിനേറ്ററിലും വരും. അപ്പം നമുക്കറിയാം 2 raised to n plus 1 ഉം 2 raised to n ഉം. നോക്കിക്കേ, 2 raised to n divided by 2 raised to n plus 1 എന്ന് വെച്ചാൽ 2 raised to n into 2 ആണ്, റൈറ്റ്? യെസ്. ആൻഡ് n plus 1 the whole square by n square ആണ്. ദാറ്റ് ഇസ് സിംപ്ലി 1 by അല്ല n plus 1 divided by n the whole square ആയിട്ട് എടുക്കാമല്ലോ. യെസ്. അപ്പോൾ ഇതൊന്നും ക്യാൻസൽ ആയി പോയി. ആൻഡ് വി ക്യാൻ ഒബ്സർവ് ദാറ്റ് 1/2 dot n plus 1 by n ആണ്, which is simply 1 plus 1 by n the whole square, അല്ലേ? And one thing you have to very much focus on to the thing is that we are going to determine what നമ്മൾ okay, 1 second, we have to determine the limit of all these things. മനസ്സിലായല്ലോ? This you have to keep in mind. The limit of n tends to infinity ആണ് നമ്മൾ നോക്കുന്നത്. Anyway the n is in the denominator, so anyway n tends to infinity, the whole ഈ പറയുന്ന complete ആയിട്ടുള്ള 1 by n 0 ആയി പോകും. That means simply the value after limit 1/2 ആണ്, which is less than 1 ആണ്. Obviously you can see that this series converges. മനസ്സിലായല്ലോ? ബിക്കോസ് ഗ്രേറ്റർ ദാൻ 1 ആയാൽ മാത്രമേ ഉള്ളൂ അത് കൺവേർജ് ആവാതിരിക്കുന്നത്. സിംപ്ലി 1/2 ലെസ് ദാൻ 1 കൺവേർജിങ് ആണ്. ദെൻ സെക്കൻഡ് സീരീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കിക്കേ, പ്ലസ് ഫൈനലി വി ആർ നമുക്ക് ഏകദേശം 1 plus 1/512 എത്തുന്നുണ്ട്. എനിവേ ദ വാല്യൂ വിൽ ബി ലെസ് ദാൻ 1 ആണ്. ബിക്കോസ് നോക്കിക്കേ, ഇത് 1 plus 1/2 raised to 1 മീൻസ് 1 by എല്ലാവരും നോക്കിക്കോ, 1 plus 1/2 raised to 1 plus 1/2 square plus 1/2 cube etc plus 1/2 raised to 9 ആണ്. എനിവേ ദ വാല്യൂ വിൽ ബി ലെസ് ദാൻ 1. സോ ദിസ് സീരീസ് ഈസ് ഓൾസോ കൺവേർജിങ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് കൺവേർജന്റ് ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ഒരു ആപ്റ്റിറ്റ്യൂഡ് പ്രോബ്ലം ആണ്. അപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോഗ് ഓഫ്, ഇത് ക്വസ്റ്റ്യൻ കാണുമ്പം ഒരു സംശയം വരാം. ഇത് ശരിക്കും ഇത് എഴുതണ്ടെന്ന് പറയുമ്പം ലോഗ് y ബേസ് ഓഫ്
p 1 raised to n. Log y to the base p of 1 p raised to 1 by n ആണ്. മനസ്സിലല്ലോ, ബേസിനാണ് പവർ വന്നേക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം. ലോഗ് ടു ദ ബേസ് 10 ഓഫ് എക്സ്. വാട്ട് ഡസ് ദിസ് മീൻ? ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് 10 ആണ്. ലോഗ് 10ന്റെ വാല്യൂ 1 ആണ്. അങ്ങനെയാണ് നമുക്ക് ലോഗ് എക്സ് ടു ബേസ് 10 നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. മനസ്സിലായി? ഈ ഒരു കാര്യം അറിയാമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ക്ലിയർലി ഡയറക്ട്ലി റൈറ്റ് ദിസ്. മനസ്സിലായല്ലോ? ദാറ്റ് മീൻസ് ലോഗ് പി റേസ് ടു 1 by n ഓഫ് y ആണ്. ദാറ്റ് ഈസ് ലോഗ്, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ ലോഗ് y ഡിവൈഡഡ് ബൈ ലോഗ് പി റേസ് ടു 1 by n ഡോട്ട് ലോഗ് പി ഡിവൈഡഡ് ബൈ ലോഗ് y റേസ് ടു 1 by n. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഡയറക്ട്ലി അറിയാം. ലോഗ് ഓഫ് എക്സ് റേസ് ടു n എന്ന് പറഞ്ഞാൽ n ലോഗ് എക്സ് ആണ്. സോ ഡയറക്ട്ലി നമ്മൾ ഇത് എഴുതുവാണെങ്കിൽ ലോഗ് y ഡിവൈഡഡ് ബൈ 1 by n ലോഗ് പി ഡോട്ട് ലോഗ് പി ഡിവൈഡഡ് ബൈ 1 by n ലോഗ് y. നോക്കിക്കേ, ലോഗ് y ക്യാൻസൽ, ലോഗ് പി ക്യാൻസൽ, ആൻഡ് ഓൾ ദിസ് വാല്യൂസ് 16 ആണ്. ദാറ്റ് മീൻസ് 1 ഡിവൈഡഡ് ബൈ 1 by n ഡോട്ട് 1 by n ആണ് 16. ദാറ്റ് ഇംപ്ലൈസ് n സ്ക്വയർ ഈക്വൽ ടു 16 എന്ന് പറഞ്ഞാൽ n-ന്റെ വാല്യൂ 4. മനസ്സിലായല്ലോ? ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തെന്ന് പറയുമ്പോൾ പി കെ ഡിനോട്ട്സ് എ പെരിമീറ്റർ ഓഫ് സ്ക്വയർ ആൻഡ് കെ റെപ്രസെന്റ്സ് എ സൈഡ് ലെങ്ത് ഓഫ് ദാറ്റ് സ്ക്വയർ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഫോളോയിങ് സമ്മേഷൻ ആണ്. അപ്പം നമുക്ക് പി കെ ഡിനോട്ട്സ് എ പെരിമീറ്റർ ഓഫ് സ്ക്വയർ. ഇപ്പം 10 p1 പ്ലസ് p2 പ്ലസ് p3 ആണ്. അപ്പം സിംപ്ലി ബേസിക്കലി പെരിമീറ്റർ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് പി കെ എന്ന് പറയുന്നത് 4 times ഓഫ് കെ ആണ്. മനസ്സിലായി? പി കെ ഡിനോട്ട്സ് എ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ആൻഡ് കെ റെപ്രസെന്റ് സൈഡ് ലെങ്ത് ആണെങ്കിൽ പി കെ എന്ന് പറയുന്ന പെരിമീറ്റർ എന്ന് പറയുമ്പോൾ 4 times ഓഫ് കെ ആണെന്നറിയാം. അപ്പോൾ ഇവിടെ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് വാല്യൂ ഓഫ് ദിസ് സമ്മേഷൻ ആണ്. ദാറ്റ് ഈസ് സിഗ്മ summation of pk where k equal to 1 to 10 ആണ്. That is simply equal to summation of 4k where k equal to 1 to 10. 4 constant ആണ്. Therefore summation of k for k equal to 1 to 10. ഇത് എന്താണ്? The sum of n natural numbers. Yes. ഇത് നമുക്ക് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റും? n into n plus 1 by 2. ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദാറ്റ് ഈസ് 4 into കെയുടെ വാല്യൂ എത്ര ആണ്? 10 ആണ്. മനസ്സിലായല്ലോ? ഇത് സമ്മേഷൻ സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് ആണ്. മാക്സിമം 10 ആണ്. ദാറ്റ് ഈസ് 10 into 10 plus 1 11 by 2. ഡയറക്ട്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 വരും. 2 into 10 20 വരും. 20 into 11 ദാറ്റ് ഈസ് 220. ഓക്കെ അല്ലേ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? യെസ്. ഓക്കെ, നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. കൺസിഡർ ദ ഫോളോയിങ് സർക്യൂട്ട്. ഇഫ് എ ബി ഈക്വൽ ടു 2.5, ഈ ഫിഗർ കുറച്ച് കൺജസ്റ്റഡ് ആണ്. യു ക്യാൻ സീ ദാറ്റ് എ ബി എന്ന് പറയുമ്പം ഈ ഒരു പോയിന്റ് തൊട്ട് ഈ ഒരു പോയിന്റ് മീൻസ് ദിസ് ഇന്നർ സർക്കിൾ റേഡിയസ് ആണ് 2.5 ആയിട്ട് വന്നത്. ബി സി എന്ന് പറഞ്ഞാൽ 1, സി ഡി എന്ന് പറഞ്ഞാൽ 2, ഡി ഇ എന്ന് പറഞ്ഞാൽ 2, ആൻഡ് ഇ എഫ് എന്ന് പറഞ്ഞാൽ 3, ആൻഡ് എഫ് ജി എന്ന് പറഞ്ഞാൽ 3 ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. റൈറ്റ്? യെസ്. ദെൻ ദ റേഷ്യോ ഓഫ് ലാൻഡ് ആൻഡ് ടു വാട്ടർ ആണ്. അപ്പോൾ നോക്കിക്കേ, ഈ എൽ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്ന ലാൻഡും ആൻഡ് ഈ ഡബ്ല്യു എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്ന വാട്ടറുമാണ്. അപ്പോൾ ശരിക്കും പറയുമ്പം ഈ ഒരു ക്വസ്റ്റ്യനകത്ത് പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. കാണുമ്പോൾ പേടിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. സംഭവം എന്ന് പറയുമ്പം ലാൻഡും വാട്ടർ. അപ്പം നമുക്ക് റേഷ്യോ ഓഫ് ലാൻഡ് ടു റേഷ്യോ ഓഫ് വാട്ടർ ആണ്. ഏരിയ ഓഫ് ലാൻഡ് ആണ്. അപ്പം ഏരിയ ഓഫ് ലാൻഡ് എനിവേ ഇതൊരു സർക്കിൾ ആണ്. ദാറ്റ് ഈസ് പൈ ആർ സ്ക്വയർ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ലാൻഡ് എന്ന് പറയുമ്പോൾ ഇത് L1, ഇത് L2, ഇത് L3 ആണ്. അപ്പം നമുക്ക് ടോട്ടൽ ലാൻഡ് എന്ന് പറഞ്ഞാൽ L1 ഉണ്ട്, L2 ഉണ്ട്, L3 ഉണ്ട്. അപ്പം ആദ്യത്തത് ഈ ഒരെണ്ണം എ ബി എന്ന് പറയുന്ന ലാൻഡ് ആയതുകൊണ്ട് നമുക്ക് അതിനെ പൈ R1 സ്ക്വയർ എന്ന് കൊടുക്കാം. ദാറ്റ് ഇംപ്ലൈസ് R1 എന്ന് പറഞ്ഞാൽ 2.5 ആണ്. ഇനി അടുത്ത ലാൻഡ് എന്ന് പറയുന്നത് ദേ ഇവിടെ ആണ് കിടക്കുന്നത്. ദിസ് ഈസ് ദ ലാൻഡ്, ദിസ് ഏരിയ. നോക്കിക്കേ, ഈ കോൺസെൻട്രിക് റിങ്ങിനെയാണ് നമ്മൾ ഈ പറയുന്ന L2 ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു ഏരിയ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡിറ്റർമൈൻ ദാറ്റ്സ് ഫ്രം ദിസ് പോയിന്റ് ടു ദിസ് പോയിന്റ്. എല്ലാവരും നോക്കിക്കേടോ, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് തൊട്ട് ഈ ഒരു പോയിന്റ് വരെ നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത് 5.5 ആണ്. അപ്പം ലെറ്റ്സ് ഗിവ് R2 as 5.5ഉം അതുപോലെ തന്നെ ഈ ഒരു പോയിന്റ് തൊട്ട് ഈ ഒരു പോയിന്റ് വരെ 2.5 + 1 ഇറ്റ്സ് 3.5. അങ്ങനെ നമുക്ക് R3 എന്ന് പറഞ്ഞാൽ 3.5 എന്ന് പറയുമ്പം ഈ ഒരു സർക്കിൾ നോക്കിക്കേ, ഈ ഒരു സർക്കിളിനെ നമ്മൾ മൊത്തത്തിൽ ഈ ഒരു സർക്കിൾ ഒഴിച്ചിട്ട് സബ്ട്രാക്ട് ചെയ്യണം. ഏരിയ ഓഫ് സർക്കിൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു ഏരിയനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. നമുക്ക് ഈ ഒരു ഏരിയ മാത്രമായിട്ട് കിട്ടും. ദാറ്റ് മീൻസ് പ്ലസ് പൈ R2 സ്ക്വയർ മൈനസ് പൈ R3 സ്ക്വയർ. ഓക്കെ ആണോ? യെസ്, അങ്ങനാണ് ഇത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ കിടക്കുന്ന ലാൻഡ് ആണ്. അപ്പൊ ഇവിടെ കിടക്കുന്ന ലാൻഡ് എന്ന് പറയുമ്പോൾ ഇത്രയും വരും.
ഇത്രയും റേഡിയസ് എന്ന് പറയുമ്പം ഓബ്വിയസ്ലി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 2.5 പ്ലസ് 1 3.5 3.5 പ്ലസ് 2 5.5 5.5 പ്ലസ് 2 it's 7.5 7.5 plus 3 it's 10.5 ആ 10.5ൽ നിന്ന് നമ്മൾ 3 കുറച്ചാൽ 7.5 കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താണ് പൈ r4 സ്ക്വയർ മൈനസ് പൈ r5 സ്ക്വയർ ഇടണം. അതിനകത്ത് r4 എന്ന് പറഞ്ഞാൽ 10.5ഉം r5 എന്ന് പറഞ്ഞാൽ 7.5. That's it. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ലാൻഡ് കിട്ടും. സിമിലർലി യു ക്യാൻ കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് വാട്ടർ. എന്നിട്ട് നമ്മുടെ ആ L/W ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കെയർഫുൾ ഏകദേശം നമുക്ക് കിട്ടിയതുള്ളത് 0.75 ആണ്. അത്രേ ഉള്ളൂ കാര്യം. ഇത് ക്വസ്റ്റ്യൻ തന്ന് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു. ഓക്കെ, യെസ്. Okay, now we have moved on to the core subjects. Communication ആണ്. ഇനി എനിക്ക് തോന്നുന്നു കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യം നല്ലോണം ചോദിച്ചിട്ടുണ്ട്. പിന്നെ EMFTയുടെ 2 questions നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ കമ്മ്യൂണിക്കേഷൻ ക്വസ്റ്റ്യൻ. എ വയർലെസ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എംപ്ലോയ് 16 QA മോഡുലേഷൻ ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ബിറ്റ് റേറ്റ് 4 × 10⁻⁶ ബിറ്റ്സ് പെർ സെക്കൻഡ് ആണ്. ഡിറ്റർമൈൻ ദ മിനിമം ട്രാൻസ്മിഷൻ ബാൻഡ് വിഡ്ത്ത് റിക്വയർഡ് ഫോർ ദ മോഡുലേറ്റഡ് സിഗ്നൽ ടു എൻഷുർ ഒപ്റ്റിമം റിക്കവറി ഓഫ് ഇൻഫർമേഷൻ അറ്റ് ദ റിസീവർ ആണ്. അപ്പോൾ മിനിമം ട്രാൻസ്മിഷൻ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുമ്പം എല്ലാവരും ശ്രദ്ധിക്കുവാണെങ്കിൽ മിനിമം ട്രാൻസ്മിഷൻ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ RB ദറ്റ് ഈസ് ബിറ്റ് റേറ്റ് ഡിവൈഡഡ് ബൈ log m ടു ബേസ് 16 ആണ്. മനസ്സിലായി? ബിറ്റ് റേറ്റ് എത്ര ആണോ 4 × 10⁻⁶ ബിറ്റ്സ് പെർ സെക്കൻഡ് ആണ്. 16 QAM ആണ്. അപ്പോൾ log 16 ടു ദ ബേസ് ഓഫ് 2 ആണ്. ദാറ്റ്സ് ഇറ്റ്. അതിലൂടെ നമുക്ക് ഡയറക്ട്ലി ഈ ഒരു ആൻസർ കിട്ടും. റൈറ്റ്? യാ. അടുത്തെന്ന് പറയുമ്പം നെക്സ്റ്റ് കംസ് ഓക്കെ QPSK മോഡുലേറ്റഡ് സിഗ്നൽ ഇസ് ട്രാൻസ്മിറ്റഡ് ഓവർ ആൻ AWGN ചാനൽ ഹാവിംഗ് എ ഡബിൾ സൈഡഡ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി NO/2. A coherent QPSK demodulator employing maximum likelihood detection is received at the receiver. The signal to noise ratio per bit EB/N0 8.4 dB തന്നിട്ടുണ്ട്. നമുക്ക് കോംപ്ലിമെന്ററി എറർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഡയറക്ട്ലി ബിറ്റ് എറർ റേറ്റ് കണ്ടുപിടിക്കാനാണ്, പ്രോബബിലിറ്റി ഓഫ് എറർ കണ്ടുപിടിക്കാനാണ്. അപ്പൊ ബേസിക്കലി പ്രോബബിലിറ്റി ഓഫ് എറർ എന്ന് പറഞ്ഞാൽ ദിസ് Q ഫംഗ്ഷൻ ടു ദിസ് റൂട്ട് ഓഫ് 2 EB/N0 ആണ്. ഈ EB എന്ന് പറയുന്നത് എനർജി പെർ ബിറ്റും ഈ N0 എന്ന് പറയുന്നത് നമ്മുടെ നോയ്സ് പെർ സ്പെക്ട്രൽ ഡെൻസിറ്റിയും ദിസ് Q എന്ന് പറയുന്നത് Q ഫംഗ്ഷൻ ആണ്. അപ്പോൾ ആ Q ഫംഗ്ഷനെ നമ്മൾ മാറ്റി പ്രോബബിലിറ്റി ഓഫ് എററിനകത്ത് ആ Q ഫംഗ്ഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ക്യാൻ ഗെറ്റ് ദിസ് 1/2 ദ കോംപ്ലിമെന്ററി എറർ ഫംഗ്ഷൻ ടു ദ റൂട്ട് ഓഫ് EB/N0. ഇതൊക്കെ തന്നെ ഒബ്സർവേഷൻസ്, ഈ ഫോർമുലാസ് ഒക്കെ തന്നെ ഡയറക്ട്ലി എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രോബബിലിറ്റി ഓഫ് എററിനകത്ത്. ആ Q ഫംഗ്ഷൻ നമ്മൾ റീപ്ലേസ് ചെയ്ത് നമ്മൾ ഇങ്ങനെ എഴുതി. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് EB/N0 ആ റേഷ്യോ വന്നിരിക്കുന്നത് 8.4 dB ആണ്. അപ്പൊ അത് DBയിലാണ്. ആ DBനെ മാറ്റുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം ദാറ്റ് ഈസ് 10⁻⁴ ആണ്. എങ്ങനെയാണ്? ഇപ്പൊ സംതിങ് ഇപ്പൊ ലെറ്റ് സേ 8.4 ആണ്, ഇത് പവറിലാണ് തന്നിട്ടുള്ളത്. യെസ്, in terms of signal to noise power ആണ്, that is 10 log to the base of, let's simply put as x. ഓക്കെ അല്ലേ? log to the base 10 ആണ്. അപ്പൊ എന്ത് വരും? 0.84 വരും. അങ്ങനെയാണ് log to the base 10 of x. So we have, in order to find the x value, that is 10⁻⁴. ഇത് നിങ്ങൾ ഓർക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ EB/N0 എന്ന് പറഞ്ഞാൽ 0.84 ആണ്. ഈ എക്സ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് EB/N0 ആണ്. മനസ്സിലായല്ലോ? ജസ്റ്റ് ഞാൻ കാണിച്ചതേ ഉള്ളൂ എങ്ങനെയാണ് നമ്മൾ ഒരു ഫംഗ്ഷൻ ലോഗ് എടുക്കുകയാണ് ടു ദ ബേസ് 10 ആണെന്നുണ്ടെങ്കിൽ അതിന് DBയിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ റിക്കവർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിക്ക്, ഈ ഒരു നാത്ത് 1/2 എറർ ഫംഗ്ഷൻ, കോംപ്ലിമെന്ററി എറർ ഫംഗ്ഷൻ ടു ദ 10⁻⁴ ആണ്. അപ്പം എല്ലാവരും നോക്കുവാണെന്നുണ്ടെങ്കിൽ വൈൽ ടേക്കിംഗ് ദ കാൽക്കുലേറ്റർ എല്ലാവരും ശ്രദ്ധിച്ചേ, 10 to the power of സ്ക്വയർ റൂട്ട് ഓഫ് 10 to the power of 0.84 നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1/2 എറർ ഫംഗ്ഷൻ, കോംപ്ലിമെന്ററി എറർ ഫംഗ്ഷൻ ഓഫ് 2.63 ആണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഓൾറെഡി നമുക്ക് കോംപ്ലിമെന്ററി എറർ ഫംഗ്ഷൻ e⁻⁻x² ഡിവൈഡ് ബൈ x√π എന്ന് തന്നിട്ടുണ്ട്. ഓൾറെഡി ക്വസ്റ്റിനകത്ത് മെൻഷൻഡ് ആണ്. അപ്പം ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 2.63 ആണ്. അപ്പൊ നമ്മുടെ എല്ലാവരും ഓർത്തോളൂ, ദിസ് എക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ 2.63 ആണ്. അപ്പൊ നമുക്ക് ഈ പ്രോബബിലിറ്റി ഓഫ് എറർ എന്ന് പറയുമ്പോൾ 1/2 ഇൻറ്റു e⁻⁻2.63 the whole square divided by 2.63√π വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ട്ലി നമുക്ക് കിട്ടുന്നത് 0.001 സംതിങ് ആയിട്ടാണ്. ദാറ്റ് മീൻസ് പ്രോബബിലിറ്റി ഓഫ് എറർ എന്ന് പറയുമ്പോൾ 10⁻⁻⁴. ഡയറക്ട്ലി ഓപ്ഷൻ എ.
10⁻⁴ ഡയറക്ട്ലി കിട്ടിക്കോളും. ഓക്കെ ആണല്ലോ. അപ്പം ഒന്നും ചെയ്യാനില്ല, ഡയറക്ട്ലി പ്രോബബിലിറ്റി ഓഫ് എറർ. മനസ്സിലായല്ലോ? യെസ്, ആ ഒരു ഇക്വേഷൻ കമ്പ്യൂട്ട് ചെയ്യുക, ക്യൂ ഫംഗ്ഷനെ റീപ്ലേസ് ചെയ്യുക. കാരണം നമുക്ക് കോംപ്ലിമെന്ററി എറർ ഫംഗ്ഷൻ ആണ് തന്നിട്ടുള്ളത്. നമുക്ക് ഓൾറെഡി കോംപ്ലിമെന്ററി എറർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, പിന്നെ അതിനെ വെച്ചിട്ട് അങ്ങ് ഇക്വേറ്റ് ചെയ്താൽ പോരെ പിന്നെ. ഓക്കെ അല്ലേ? യെസ്. Then comes about another question is a digital, right? Digital communication system operates over an AW channel with bandwidth 1 MHz. The thermal noise power spectral density is given as KT minus of 174 dBm ലാണ്. And where T is a noise equivalent temperature. അറിയാലോ, K എന്ന് പറഞ്ഞാൽ ബോൾസ്മാൻ കോൺസ്റ്റന്റ്, T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറുമാണ്. The received signal power is minus 80 dBm. അപ്പോൾ ഓൾറെഡി dBm ഡെസിബിളിലാണ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 10⁻⁻8 ആണ്. പക്ഷെ അവിടെ ഒരു മില്ലിയും കൂടെ ഉള്ളതുകൊണ്ട് 10⁻⁻3 നമുക്ക് എഴുതാം നമ്മൾ dBm മാറ്റുമ്പോൾ. ആൻഡ് സിമിലർലി ഇവിടെ എന്ന് പറയുമ്പോൾ 10⁻⁻17.4 into 10⁻⁻3 dBനെ മാറ്റുകയും ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ dBm ആയതുകൊണ്ടാണ് 10⁻⁻3 വന്നത്. So we have to determine select the correct statement regarding the channel capacity. Channel capacity ആണ് ചോദിച്ചിരിക്കുന്നത്. C എന്ന് പറഞ്ഞാൽ B log to the base 2 1 plus S by N ആണ്. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് 1 മെഗ ആണ്, 1 MHz അങ്ങനെയാണ് കിടന്നോട്ടെ. log 2 1 plus S by N ആണ്. സിഗ്നൽ പവർ എത്രയാണ് തന്നിട്ടുണ്ട്? 10⁻⁻8 into 10⁻⁻3. നോയ്സ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി തന്നിട്ടുള്ളത് നോക്കേണ്ടത് N എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ശ്രദ്ധിച്ചോ, ഈ പറയുന്ന N എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുള്ളത് തെർമൽ നോയ്സ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി K ആണ്. അപ്പം നമുക്ക് ആ പറയുന്ന N എന്ന് പറയുമ്പോൾ K into T into B ആണ്. KT മാത്രമല്ല, K into T into B ആണ്. ദാറ്റ് മീൻസ് K into T into B എന്ന് പറയുമ്പം 10⁻⁻17.4 into 10⁻⁻3 ആൻഡ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ 10�6 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും യു ക്യാൻ സീ ദാറ്റ് യു ക്യാൻ ഇത് 10⁻⁻3 10⁻⁻3 കളയാം. 10⁻⁻17.4ഉം 10�6ഉം മൈനസും പ്ലസും ആണ്. ദറ്റ് ഈസ് 10⁻⁻11.4 ആണ്. അപ്പം ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ log 2ൻ്റെ ആ ഒരു ബേസ് ടു ദ log ബേസ് ടു 2 ആണ് എടുത്തേക്കുന്നത്, ബേസ് 2 ആണ്. അപ്പം ഇൻറ്റു 1 പ്ലസ് എല്ലാവരും ശ്രദ്ധിക്കുവാണെങ്കിൽ 10⁻⁻8 ഡിവൈഡഡ് ബൈ 10⁻⁻11.4 ആണ് കൊടുത്തിരിക്കുന്നത്, വിച്ച് ഈസ് 11.295. അപ്പം 11.295 എക്സാക്ട്ലി 1 plus 10⁻⁻8ഉം 10⁻⁻11.4ഉം അല്ലേ? യെസ്, 11.295 മെഗ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് MBPS ആണ്. അപ്പം നമുക്ക് തന്നിട്ടുള്ള ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 1 MHz ആണ്. നമ്മുടെ ചാനൽ കപ്പാസിറ്റി കിട്ടിയിരിക്കുന്നത് 11.295 ആണ്. ഓബ്വിയസ്ലി ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 3B ആണ്. ബിക്കോസ് 1 into 3 ടൈംസിനെക്കാട്ടി കൂടുതലാണ്. C നോട്ട് ഈക്വൽ ടു 2B. C ലെസ് ദാൻ B അല്ല, C ഈക്വൽ ടു B അല്ല. ഓപ്ഷൻ A തന്നെയാണ് കറക്റ്റ് ആൻസർ. അതായത് C ഗ്രേറ്റർ ദാൻ 3B തന്നെയാണ്. ഓക്കെ ആണല്ലോ? യെസ്. ദെൻ കംസ് അബൌട്ട് ഒരു ഹാമിംഗ് കോഡിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ആ ഹാമിംഗ് കോഡിന്റെ ക്വസ്റ്റ്യനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ 741 ഹാമിംഗ് കോഡ് കേപ്പബിൾ ഓഫ് കറക്റ്റിംഗ് സിംഗിൾ ബിറ്റ് എറേഴ്സ് is used for transmission over a binary symmetric channel. The average bit error probability at the input of the decoder is bit error rate ആണ് തന്നിട്ടുള്ളത് 0.1. നമ്മളോട് ചോദിച്ചേക്കുന്നത് what is the probability that the decoder fails to decode a received code word correctly. ഡീകോഡർ ഇൻകറക്റ്റ് ആയിട്ട് ഡീകോഡ് ചെയ്യുന്നു. അപ്പൊ ഡീകോഡർ കറക്റ്റ്ലി ഡീകോഡ് ചെയ്യുന്ന പ്രോബബിലിറ്റി കാരണം ഇൻകറക്ട്ലി ആണ്. അപ്പൊ നമുക്ക് ഓൾറെഡി കറക്റ്റ്ലി ഡിറ്റക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയാം. പ്രോബബിലിറ്റി ദാറ്റ് ദ ഡീകോഡർ വിൽ ഡിറ്റക്ട് ദ കോഡ് വേർഡ്, റിസീവ്ഡ് കോഡ് വേർഡ് കറക്റ്റ്ലി എന്ന് പറയുമ്പോഴത്തേക്കും, കറക്റ്റ്ലി എന്ന് പറഞ്ഞാൽ PC എന്ന് പറഞ്ഞാൽ ഒരു പ്രോബബിലിറ്റി ഓഫ് നോ എറർ. മനസ്സിലായല്ലോ? അത് പ്രോബബിലിറ്റി ഓഫ് കറക്റ്റ്ലി റിസീവിംഗ് ദ കോഡ് വേർഡ് PC എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് നോ എറർ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ബിറ്റ് എറർ. മനസ്സിലായല്ലോ? ഈ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് 7 ബിറ്റ്സ് ആണ്. നോക്കിക്കേ, 7 ബിറ്റ്സ് ആണ്. വി ഹാവ് 7 ബിറ്റ്സ്. ഇൻ ദാറ്റ് ഇഫ് ദർ ഇസ് അറ്റ്ലീസ്റ്റ് 1 ബിറ്റ് എറർ, ഓക്കെ, ആൻഡ് ഇഫ് നോ എറർ ദാൻ ദാറ്റ് ക്യാൻ ബി റെക്ടിഫൈഡ് ബൈ ദ റിസീവർ. മനസ്സിലായി? അതിനെ റെക്ടിഫൈ ചെയ്തിട്ട് കോഡ് വേർഡിനെ നമുക്ക് കറക്റ്റ്ലി ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് കറക്റ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഓൾറെഡി നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് നോ എറർ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ അറിയാം, വിച്ച് ഈസ് NCR പ്രോബബിലിറ്റി P⁻R 1 minus P⁻n minus R. നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ സക്സസസ്, പ്രോബബിലിറ്റി ഓഫ് സക്സസസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് വെച്ചിട്ടെന്ന് പറയുമ്പം നോ എറർ ആണ്.
അപ്പം PC എന്ന് പറയുന്ന കറക്റ്റ്ലി കോഡ് വേർഡ് റിസീവ് ചെയ്യാനാണ്. N എന്ന് പറയുന്നത് 7 bits ആണ്. R എന്ന് പറയുന്നത് എത്ര? നോ എറർ ആണ്. 0 പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 0.1 raised to 0 into 1 minus 0.1 raised to 7 minus 0. ഓക്കെ ആണല്ലോ. പ്ലസ് അടുത്തെന്ന് പറയുമ്പോൾ 1 കോഡ് വേർഡ് ഒരു ബിറ്റ് എറർ ആണ്. അപ്പൊ 7C1 0.1 the whole raised to 1 1 minus 0.1 the whole raised to 7 minus 1. This is the probability of correctly receiving. അങ്ങനെയാണെങ്കിൽ ഇൻകറക്റ്റ് ആണെങ്കിലോ that is probability of error എന്ന് വെച്ചാൽ 1 minus PC ആണ്. So simply you can calculate this one and subtract it from 1. ഓക്കെ ആണല്ലോ. അപ്പൊ ഡയറക്ട്ലി നമുക്ക് ആൻസർ കിട്ടുന്ന 0.15 ആയിരിക്കും. Okay, this is the answer and this is a way to move through the question. Okay അല്ലേ? So simply 1 minus PC 7C0 ഇതങ്ങ് കണ്ടിന്യൂ ചെയ്താൽ മതി. കാരണം കോഡ് വേർഡ് കറക്റ്റ്ലി റിസീവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എററും കൂടാതെ വരുവാണെന്നുണ്ടെങ്കിലോ ഓർ otherwise if 1 bit error then that 2 cases can be compensated by the receiver. Then the code word will be received correctly and decoded by the receiver correctly. അതല്ലേ? അതല്ലാത്ത കേസാണ് എറർ വരുന്നത്. എന്ന് പറയുമ്പോൾ എന്താണ്? 2 ബിറ്റ് വരികയാണെങ്കിലോ 2 തൊട്ട് മുകളിലോട്ട് വരുന്ന എല്ലാ ബിറ്റും എറർ വരികയാണെന്നുണ്ടെങ്കിൽ റിസീവ് ചെയ്യുന്ന കോഡ് വേർഡ് ഇൻകറക്റ്റ് ആയിരിക്കും. മനസ്സിലായില്ല? അതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഡയറക്റ്റ് ആണ്. ദെൻ കംസ് അബൌട്ട് ഓക്കെ നൗ വി ആർ മൂവിങ് ഓൺ ടു ആൻ EMFT ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഒരു എയർ ഫിൽഡ് റെക്ടാങ്കുലർ വേവ് ഗൈഡ് ഹാസ് ക്രോസ് സെക്ഷണൽ ഡൈമെൻഷൻസ് ഇഞ്ചിലാണ് തന്നിട്ടുള്ളത്. ഡിറ്റർമൈൻ ദ കട്ട് ഓഫ് ഫ്രീക്വൻസി ഫോർ ദ ഡോമിനന്റ് TE10 മോഡ്. ഓക്കെ അല്ലേ? അപ്പൊ അത് കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ C/2A ആണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കാൻ 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 2.54 സെന്റിമീറ്റർ ആണ്. C എന്ന് പറഞ്ഞാൽ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഡിവൈഡ് ബൈ 2 ടൈംസ് ആണ്. 2 ടൈംസ് ഓഫ് ഇഞ്ച് A ആണ്, ദാറ്റ് ഈസ് 0.28 ആണ്, ഇൻറ്റു 2.54 സെന്റിമീറ്റർ ആണ്. സോ ഇറ്റ്സ് ബെറ്റർ ഈ മീറ്ററിനെ സെന്റിമീറ്റർ ആക്കുവാണെങ്കിൽ 3 × 10⁻10 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 0.28 ഇൻറ്റു 2.54. അങ്ങനെയാണ് ഈ സെന്റിമീറ്ററും ഈ സെന്റിമീറ്ററും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുമല്ലോ. യെസ്. അപ്പോൾ ഏകദേശം നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ 3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 0.28 ഇൻറ്റു 2.54 എന്ന് പറയുമ്പോൾ 2.109 ഇൻറ്റു 10⁻10 ആണ്. അപ്പോൾ ഒബ്വിയസ്ലി ചിലപ്പം ക്വസ്റ്റ്യനകത്ത് ജിഗാ ഹെർട്സിലായിരിക്കും തരാൻ പറഞ്ഞിരിക്കുന്നത്, വിച്ച് ഈസ് 10⁻9. സോ സിംപ്ലി 21.09 ഇൻറ്റു 10⁻9 ദറ്റ് ഈസ് 21.09 ജിഗാ ഹെർട്സ്. ഓക്കെ അല്ലേ? ഇറ്റ്സ് 10 ജിഗാ ഹെർട്സ്. ഓക്കെ അല്ലേ? ആ ഒരു റേഞ്ച് എന്തായാലും മെൻഷൻഡ് ആയിരിക്കും. എനിവേ യുവർ ആൻസർ വിൽ ബി കറക്റ്റ് ഓൺലി. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് പോളറൈസേഷൻ ഫോർ ദ EM വേവ് ആണ്. പോളറൈസേഷൻ ആണ് കണ്ടുപിടിക്കാനുള്ളത്. Okay, അല്ലേ? So for determining the polarization, first of all you have to determine that at z equal to 0. അപ്പൊ നമ്മൾ നോക്കണമെന്ന് പറയുമ്പം നമ്മുടെ x plane, y plane and z is outside. മനസ്സിലായല്ലോ? ഔട്ട്സൈഡ് ദ ബോർഡ് എന്നുള്ള രീതിക്ക് നോക്കുക. അപ്പൊ at z equal to 0 ആദ്യമേ നോക്കണം. ദാറ്റ് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് E എന്ന് പറയുമ്പോൾ z equals to 0 എന്ന് പറയുമ്പോഴത്തേക്ക് E0 cos of omega t ax പ്ലസ് E0 അകത്തോട്ട് റൈറ്റ് ആൻഡ് സൈൻ ഓഫ് ഒമേഗ ടി യൂണിറ്റ് വെക്ടർ AY. അപ്പൊ നോക്കുവാണെന്നുണ്ടെങ്കിൽ രണ്ട് മാഗ്നിറ്റ്യൂഡ്സും നമ്മുടെ എക്സിലും വൈയിലും രണ്ട് മാഗ്നിറ്റ്യൂഡ്സും സെയിം ആണ് ആൻഡ് കോസ് ആൻഡ് സൈൻ ആണ്. സോ ദർ ഈസ് ഒബ്വിയസ്ലി ഒരു ഫേസ് ഷിഫ്റ്റ് ഉണ്ട്. അപ്പം രണ്ട് മാഗ്നിറ്റ്യൂഡ്സും സെയിമും ആൻഡ് ദർ ഒക്കേഴ്സ് എ ഫേസ് ഷിഫ്റ്റ്, വി ക്യാൻ ക്ലിയർലി സേ ഇറ്റ് ആസ് സർക്കുലർലി പോളറൈസ്ഡ് എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? സർക്കുലർലി പോളറൈസ്ഡ്. ദെൻ ഇതിനകത്ത് ഇപ്പൊ നോക്കുമ്പോഴത്തേക്കും ലെഫ്റ്റ് റൈറ്റ് ലീനിയർ ലെഫ്റ്റ് അങ്ങനെ എലിപ്റ്റിക്കലി പോളറൈസ്ഡ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ പറയുന്ന സർക്കുലർലി പോളറൈസ്ഡ് മതി ഓപ്ഷനിൽ തിരഞ്ഞെടുക്കാം. ആൻഡ് ഇത് എങ്ങനെയാണെന്നുള്ളത് ഇൻഡെപ്ത് എങ്ങനെയാണെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഫസ്റ്റ് കൺസിഡർ ഇറ്റ് ആസ് ദാറ്റ് ഈസ് അറ്റ് t equal to 0. at t equal to 0 എന്താ സംഭവം? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് E എന്ന് പറയുന്നത് E0 cos ഓഫ് at t equals to 0 ആണ്. റൈറ്റ്. അപ്പൊ എന്താ വരുന്നത്? at t equals to 0 എല്ലാവരും ശ്രദ്ധിച്ചോളൂ. at t equal to 0 വരുമ്പോഴത്തേക്ക് കോസ് ഓഫ് ഒമേഗ ടി കോസ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പം E0 ഓഫ് AX വരും. ഓൾറെഡി നമ്മൾ Z0 ആക്കി. അടുത്തതായിട്ട് t ഈക്വൽസ് ടു ക്യാപിറ്റൽ T/4. അപ്പൊ നമുക്കറിയാം ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/T ആണ്. അപ്പൊ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് എല്ലാവരും ശ്രദ്ധിച്ചോളൂ at t ഈക്വൽസ് ടു T/4 ആണ്. അപ്പം ഒമേഗ ടി എന്ന് പറയുന്നത് 2π/T ഇൻറ്റു T/4 എന്ന് പറയുമ്പം T ക്യാൻസൽ π/2 വരും. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും നോക്കുവാണെങ്കിൽ at, so we can say here that at
t equals to t by 4, omega t എന്ന് പറഞ്ഞാൽ pi by 2 ആവുന്നു, 90 ആവുന്നു. ദാറ്റ് മീൻസ് the e എന്ന് പറഞ്ഞാൽ e naught of a y ആവുന്നു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുവാണെങ്കിൽ ഓൾറെഡി വി ഹാവ് മെൻഷൻ ദാറ്റ് ഈസ് സർക്കുലർലി പോളറൈസ്ഡ് ആണ് അല്ലേ? യെസ്, സർക്കുലർലി പോളറൈസ്ഡ് ആണ്. ജസ്റ്റ് ഇങ്ങനെ നോക്കുക, എന്നെ കുറച്ച് മുകളിലോട്ട് കൊണ്ടുപോകാം. യെസ്, സർക്കുലർലി പോളറൈസ്ഡ് ആണ്. അപ്പോൾ ടി ഈക്വൽസ് ടു 0 ഇ നോട്ട് ഓഫ് എ എക്സ് ആണ്. ദാറ്റ് മീൻസ് ഇവിടെ ആണ് അറ്റ് ടി ഈക്വൽ ടു 0 ബിക്കോസ് ദിസ് ഇസ് എക്സ്, ദിസ് ഇസ് വൈ ആൻഡ് ദിസ് ഇസ് സെഡ് ഔട്ട്സൈഡ് ദ പ്ലെയിൻ ആണ്. അപ്പം അറ്റ് ടി ഈക്വൽസ് ടു ടി ബൈ 4 ആസ് എ ടൈം റിവേഴ്സ്, ടൈം ഇൻക്രീസസ്, നമ്മൾ എവിടെ വന്നു? അറ്റ് ടി ഈക്വൽസ് ടു ടി ബൈ 4 നമ്മൾ ഇവിടെ എത്തി. ഓക്കെ അല്ലേ? യെസ്, ദാറ്റ് മീൻസ് നമ്മൾ റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും ദിസ് ഇസ് എക്സ് ആൻഡ് വി ആർ പ്രോഗ്രസിങ് ലൈക്ക് ദിസ്. അങ്ങനല്ലേ, ഇങ്ങനല്ലേ മൂവ് ചെയ്യുന്നത്? ദാറ്റ് മീൻസ് ദ മൂവ്മെന്റ് ഈസ്, ദ വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് ടുവേർഡ്സ് എ പോസിറ്റീവ് സെഡ് ഡയറക്ഷൻ, റൈറ്റ്? ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം റൈറ്റ് ഹാൻഡ് റൂൾ വെച്ച് നമ്മുടെ thumb ഇവിടാണ്. അപ്പം the wave is propagating towards a positive z direction, so we can clearly say that the wave is propagating towards the positive z direction. That means അപ്പോൾ നമുക്ക് clearly പറയാൻ പറ്റും this is right circularly polarized എന്ന്. മനസ്സിലായല്ലോ? പോസിറ്റീവ് z ഡയറക്ഷനിലല്ലേ? പോസിറ്റീവ് z ഡയറക്ഷനിലാണെങ്കിൽ റൈറ്റ് ആയിട്ട് സർക്കുലർലി പോളറൈസ്ഡ് ആയിരിക്കും. ദെർഫോർ ദ ഓപ്ഷൻ ഈസ് ബി ആണ്. ഓക്കെ ആണല്ലോ? ഇതാണ് ഇ എം എഫ് ടി. ഇത്രയും നമുക്ക് ഏകദേശം ഇത്രയും തന്നെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ദെൻ വി ആർ ഏബിൾ ടു കളക്ട് വൺ വെർബൽ ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് നോക്ടേണൽ. ബേസിക്കലി നോക്ടേണൽ എന്ന് പറയുന്നത് ആക്റ്റീവ് ഡ്യൂറിങ് നൈറ്റ് ആണ്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആക്റ്റീവ് ഡ്യൂറിങ് ഡേ ആണ്. അത് നോർമൽ, അബ്നോർമൽ, എക്സെപ്ഷണൽ അല്ല, ഡയോണൽ ആണ്. ഡയോണൽ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ഡ്യൂറിങ് സൺലൈറ്റ്, ഡേ ടൈം ആണ്. ഓക്കെ അല്ലേ? സോ ദ ഓപ്ഷൻ ഈസ് ഡി. സോ ഏകദേശം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക്, നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയ ഇത്രയും ചെയ്ത് നിങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് യു ക്യാൻ ക്ലിയർലി സീ ദാറ്റ് ദിസ് ഇസ് ഫ്രം ഈസി ടു മോഡറേറ്റ് പേപ്പർ ആണ്. ഓക്കെ അല്ലേ? സോ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് ഓരോന്നും നോക്കുക, നിങ്ങളുടെ മിസ്റ്റേക്സ് എവിടെയൊക്കെയാണ് പറ്റിയെന്ന് നോക്കുക. ആൻഡ് താങ്ക് യു ഫോർ യുവർ ടൈം.